വാട്ടർ കണ്ടന്റ് എന്ന് പറയാം. നമുക്ക് ലാബിൽ കിട്ടണ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആവണം എന്നില്ല നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് പല കാരണങ്ങൾ കൊണ്ട് വ്യത്യാസം വരാം. ഇത് നമ്മൾ എന്തിനാ ഇത് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ വാട്ടർ കണ്ടന്റ് കൊടുത്ത് ഇതിനെ നമ്മൾ കോമ്പാക്ട് ചെയ്യിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പാൻഷൻസോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ യൂഷ്വലി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹൈവേ എംബാങ്ക്മെൻറ്റ്, നമ്മളൊരു ഹൈവേ പണിയുമ്പോൾ കോസി സോയിൽ വെച്ചാൽ ചെയ്യണമെങ്കിൽ നമ്മളൊരു വാട്ടർ കണ്ടന്റ് കൊടുത്ത് എന്ത് ചെയ്യും, കോമ്പാക്ട് ചെയ്യും. സാധാരണ അങ്ങനെ ഒരു വാട്ടർ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് എത്രയാണോ കിട്ടുന്നത് അതിൽ താഴെയുള്ളൊരു വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി സോയിൽ എംബാങ്ക്മെൻ്റ് ഒക്കെ ചെയ്യുമ്പം വാട്ടർ കണ്ടന്റ് കൊടുത്ത് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണ വഴി സോയിലിൻ്റെ കംപ്രസിബിലിറ്റി കുറവായിരിക്കും, അതുപോലെ തന്നെ ഷിയർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ പ്ലേസ്മെൻറ്റ് ഓഫ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഫീൽഡിൽ കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാട്ടർ കണ്ടന്റ്, അതിനെയാണ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടന്റ് എന്ന് പറയാം. ദെൻ അടുത്തൊരു ടേമാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ഒരു സെക്കൻഡ് കേട്ടോ. അടുത്തതാണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. പറഞ്ഞില്ലേ ഒരു മറ്റേ തിയററ്റിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയുടെ കേസ് പറഞ്ഞില്ലേ, 0 ആവുമെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ആദ്യം കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തില് സാധനം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മുകളില് ശരിക്കും സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിട്ടുന്നില്ല, ചെറിയൊരു ബെൻഡാണൊക്കെ വരുന്നത്. ചെറിയൊരു ബെൻഡ് യൂഷ്വലി സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടാറുള്ളത്. നമുക്കിപ്പോൾ ആ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ 0 എർവേഡ് ലൈനിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അത് സ്ട്രേറ്റ് ലൈൻ വരുന്നില്ല എന്നുള്ളത്. ക്ലാസ്സിൽ ചെയ്തപ്പോൾ സ്ട്രേറ്റ് ലൈൻ കിട്ടേണ്ടായിരുന്നില്ല, ചെറിയൊരു കർവ് ഉണ്ട് അതിന്. സീറോ ആവുമെന്ന് പറയില്ല, പക്ഷെ ഇതാ വാല്യൂവിൻ്റെ പ്രശ്നം. അത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു വാല്യൂ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. ഇല്ല, ഫോർമുല കറക്റ്റ് ആണ്. നിങ്ങളോട് 0 എയർബോർഡ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം നിങ്ങളത് പ്ലോട്ട് ചെയ്യാൻ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിക്കണ്ട. സ്ട്രേറ്റ് ലൈൻ കിട്ടുന്ന മാക്സിമം 3-4 പോയിന്റ്സ് വെച്ച് ജോയിൻ ചെയ്യിക്കാം. അങ്ങനെ ചെയ്താൽ മതി. അത് നമ്മൾ നമ്മൾ ഡയറക്റ്റ് കിട്ടുന്ന ആൻസർ അല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് തരുന്ന വാല്യൂ അല്ലേ, അതാണ് അതിന്റെ പ്രശ്നം. ഇനി റിലേറ്റീവ് കോമ്പാക്ഷൻ. റിലേറ്റീവ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഫീൽഡിൽ എത്രയാണോ ഒരു സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി അത് ഡിവൈഡഡ് ബൈ നമുക്ക് ലാബിൽ ചെയ്യുമ്പോൾ ആ സെയിം സോയിൽ ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എത്രയാണോ ആ റേഷ്യോ ഇൻറ്റു 100. മാക്സിമം ഡെൻസിറ്റി അറ്റ് ദ ഫീൽഡ് ഡിവൈഡഡ് ബൈ ഫീൽഡിലെ സോയിലിൻ്റെ ഡെൻസിറ്റി, ഡ്രൈ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ സെയിം സോയിൽ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണോ ഡ്രൈ ഡെൻസിറ്റി കിട്ടുന്നത് ആ മാക്സിമം. അത് കോമ്പാക്ഷൻ കർവ് വരച്ച് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി വേണം എടുക്കാൻ. ആ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഇൻറ്റു 100% ആണ് റിലേറ്റീവ് കോമ്പാക്ഷൻ. ഒരു ടേമായിട്ട് അത് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തത്, എങ്ങനെയാണ് നമ്മൾ കോമ്പാക്ഷൻ ഫീൽഡിൽ കൺട്രോൾ ചെയ്യുന്നത്? ഒരു ഫീൽഡിൽ നമുക്ക് കോമ്പാക്ഷൻ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കൊടുക്കണം എന്ന് നമുക്കറിയണം. അതിന് നമ്മൾ ചെയ്യണത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ സോയിലിലെ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈ ഡെൻസിറ്റി. ഈ രണ്ടെണ്ണം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ഇനി അതിന് കോമ്പാക്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് പറയണേ.
അപ്പോൾ കോമ്പാക്ഷൻ കൺട്രോൾ നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഫീൽഡിലെ സോയിലിലെ ഡ്രൈ ഡെൻസിറ്റിയും വാട്ടർ കണ്ടൻറ്റും നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഫീൽഡിലെ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണേ? അതിനുള്ള മെത്തേഡ് എന്താ? നമുക്കൊരു ഫീൽഡിൽ ഒരു സോയിലുണ്ട്, ആ ഫീൽഡിലെ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞായിരുന്നു ഫീൽഡിൽ ഒരു സോയിൽ തന്നാൽ ആ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ 2 എക്സ്പെരിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് കോർക്ക് കട്ടർ മെത്തേഡും അടുത്തത് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ആ ഫീൽഡിലെ സോയിലിൻ്റെ ഡ്രൈ ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത്. ദെൻ രണ്ടാമതാണ് വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓവൻ ഡ്രൈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ കണ്ടൻറ്റ് ചെയ്യാം. അപ്പം ഇത് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരിക്കലും ഒരു ഓവൻ ഡ്രൈ മെത്തേഡ് പ്രിഫർ ചെയ്യത്തില്ല. അപ്പോൾ അത് 24 മണിക്കൂർ എടുക്കും നമുക്ക് എന്ത് ചെയ്യാൻ റിസൾട്ട് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ കണ്ടൻറ്റ് ഓവൻ ഡ്രൈ മെത്തേഡിലാണ് നമുക്ക് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക. പക്ഷേ ഫീൽഡിൽ നമുക്ക് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് തന്നെ വാട്ടർ കണ്ടൻറ്റ് ആവശ്യം വരും. അപ്പോൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് റിസൾട്ട് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ cannot be used in soil layer which sample cannot be buried dying. The water content is known. Therefore, the basic requirement that ക്യുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് വേണം. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സാൻഡ് ബാത്ത് മെത്തേഡ്, അല്ലെങ്കിൽ ആൽക്കഹോൾ മെത്തേഡ്, അല്ലെങ്കിൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. ഓവൻ ഡ്രൈയിങ് അല്ലാതെ ഉള്ള ഏതെങ്കിലും മെത്തേഡ്സ് ആണ് യൂഷ്വലി നമ്മൾ വാട്ടർ കണ്ടൻറ്റ് കാണാനായിട്ട് യൂസ് ചെയ്യാം. ഒരു സെക്കൻഡ്, അത്യാവശ്യമായിട്ടൊരു കോളുണ്ട് കോളേജിൽ നിന്ന്, എടുത്തോട്ടെ. ഹലോ, അയ്യോ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, ഇപ്പം ഞാൻ പറയാം. ആരായിരുന്നു BSc ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ ഇതിൽ നിന്ന് വന്ന് പേര് പറഞ്ഞേ? രാകേഷാണോ? ഹലോ, ക്ലാസ്സിൽ ക്ലാസ്സിലാണ് ഞാൻ ചോദിച്ചത്, ആരാണ് മറ്റേ BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞ് ആള് വന്ന് ജോയിൻ ചെയ്തേ? രാകേഷാണോ? രാകേഷാണ്. ഒരു സെക്കൻഡ്, രാകേഷ്, ഒരു മിനിറ്റ്. രാകേഷ് ക്ലാസ്സിലുണ്ടോ? ഹലോ, രാകേഷ് ക്ലാസ്സിലുണ്ടോ? ഒരു സെക്കൻഡ്, KTU ഞാൻ വാട്സപ്പ് ചെയ്യാം ഐഷ. ശരി, രാകേഷിന്റെ KTU ID അറിയോ? രാകേഷിന്റെ KTU ID പറയാം. അതെ, അത്യാവശ്യമായിട്ട് വേണം. മറ്റേ ഇനി പോർട്ടലിൽ ഇതുണ്ടാവും സബ്മിഷൻ കൊടുക്കാനായിട്ട്. രാകേഷിന്റെ ICE 25 CE WP 023. ICE 25 CE WP 023. കറക്റ്റ് അല്ലേ? രാകേഷ്, ഫുൾ നെയിം എന്തായിരുന്നു? രാകേഷ് രാജൻ അല്ലേ? രാകേഷ് രാജൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, KTUവിൻ്റെ പോർട്ടലിൻ്റെ ആവശ്യത്തിനാണ്. ഓക്കെ, അപ്പം ഫീൽഡിലെ ഡ്രൈ ഡെൻസിറ്റിയും വാട്ടർ കണ്ടൻറ്റും മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഫീൽഡിൽ സോയിലിൻ്റെ കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഫീൽഡിലെ ഡ്രൈ ഡെൻസിറ്റി സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ കോർക്ക് കട്ടർ മെത്തേഡ് വഴി കണ്ടുപിടിക്കും. വാട്ടർ കണ്ടൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആൽക്കഹോൾ മെത്തേഡ്, സാൻഡ് ബാൻ മെത്തേഡ്, അല്ലെങ്കിൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. കാരണം എമർജൻസി ആയിട്ട് നമുക്ക് റിസൾട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ഓവൻ ഡ്രൈ മെത്തേഡ് യൂഷ്വലി പ്രിഫർ ചെയ്യില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ടായിരിക്കും കണ്ടുപിടിക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ് കോമ്പാക്ഷൻ കൺട്രോൾ ബൈ പ്രോക്ടർ നീഡിൽ. ഇത് കോമ്പാക്ഷൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പ്രോക്ടർ നീഡിൽ വഴി കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പണ്ടത്തൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെയും ചോദിക്കുമായിരിക്കും. നിങ്ങളുടെ മറ്റേ ഇത് കണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് കണ്ടില്ലേ?
മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യനാണ് ഇതൊരു ഉണ്ടെന്ന് എനിക്ക് ഡൗട്ടുണ്ട്, മറന്നുപോയി ഞാൻ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. ഇത് നിങ്ങൾ ലാബിലുള്ളവർക്ക് അറിയൂ ഇത് എങ്ങനെയാണ് ശരിക്കും ചെയ്യണേന്ന്. ജിജോയും ബ്ലസ്സി ജോബി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയോ? അല്ലല്ല, പ്രോക്ടർ നീഡിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യണേ. എനിക്കറിയില്ല. ഇവിടെ നമുക്കില്ല. ഞാനിത് ചെറുതായിട്ട് കേട്ടിട്ടുള്ളൂ ഇതിനെക്കുറിച്ച്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യണേന്ന്. അപ്പം നമ്മൾ ഇൻഡയറക്റ്റ്ലി വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോക്ടർ നീഡിൽ എന്ന് പറയുന്ന സാധനം. അതിന് പറയുന്ന വേറൊരു പേരാണ് പ്ലാസ്റ്റിസിറ്റി നീഡിൽ എന്ന് പറയും. ഈ ഫിഗറിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു ഇമേജ്. അതിനൊരു സ്റ്റെം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്ലൈഡിങ് റിങ് ഉണ്ട്. എൻ്റെ നീഡിൽ ഈ എൻഡിൽ ഒരു ഷാങ്കാണ്, അതിനൊരു പോയിന്റ് നീഡിൽ പോയിന്റും കാണും. ഈ റോഡ് എന്ന് പറയുന്ന സാധനം ഈ കാണിച്ചിരിക്കുന്നത് ഒരു സ്പ്രിങ് ആണ്. ഇതിനകത്തൊരു സ്പ്രിങ് ലോഡ് ചെയ്ത് സ്പ്രിങ് പ്ലഞ്ചർ അറേഞ്ച്മെൻ്റ് ആണ് ഇതിനകത്തുള്ളത്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെം കാണിച്ചിട്ടില്ലേ, ഈ സ്റ്റെമ്മിനകത്ത് ഗ്രാജുവേഷൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ ന്യൂട്ടൺ. ഇതിങ്ങനെ താഴേക്ക് നമ്മൾ ലോഡ് കൊടുത്ത് ഇറക്കുക. അപ്പോൾ ഇത് എത്ര ഫോഴ്സ് കൊടുത്താണ് നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം റെസിസ്റ്റൻസ് വന്നിട്ടാണ് ഇത് ഇറങ്ങി പോകണമെന്ന് നമുക്ക് ഈ സ്റ്റെമ്മിൽ ഗ്രാജുവേഷൻസ് ഉണ്ട്, അതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ഈ നീഡിലിനകത്ത് ഗ്രാജുവേഷൻസ് ആണ്. എത്ര ഡെപ്ത് ഈ സാധനം പെനിട്രേറ്റ് ചെയ്തു എന്ന് നമുക്ക് ആ ഷാങ്കിലൂടെ, നീഡിലുള്ള ഷാങ്കിൽ ഗ്രാജുവേഷൻസ് ഉണ്ട്. ആ ഗ്രാജുവേഷൻസ് വഴി നമുക്ക് എത്ര ഡെപ്തിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്തു എന്നറിയാം. മുകളിലത്തെ സ്റ്റെമ്മിലെ ഗ്രാജുവേഷൻസ് വഴി എത്ര റെസിസ്റ്റൻസ് ആണ്, അതായത് എത്ര കിലോ ന്യൂട്ടൺ, എത്ര ന്യൂട്ടണിൽ ലോഡ് കൊടുത്തിട്ടാണ് നമ്മളിത് ഇറങ്ങി പോകുന്നതെന്നുള്ളതും ഈ സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഇതിൽ നമ്മൾ ഈ നീഡിൽ പോയിന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ നീഡിൽ പോയിന്റ് പല ക്രോസ് സെക്ഷൻസിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ ഫീൽഡിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നീഡിൽ പോയിന്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഏതൊക്കെ നീഡിൽ പോയിന്റ് ഉണ്ടെന്ന് ക്രോസ് സെക്ഷൻസ് യൂഷ്വലി കണ്ടിരിക്കുന്ന പോയിന്റഡ്, സർക്കുലർ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഏതാണ് നമുക്ക് ആപ്റ്റായിട്ട് നമ്മുടെ ഫീൽഡിൽ വേണ്ടത് ആ നീഡിൽ നമ്മൾ ഇതിൻ്റെ നീഡിൽ പോയിന്റിൽ കൊടുക്കുകയാണ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സോയില് കോമ്പാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സോയിൽ എന്ത് ചെയ്യും, ഏത് സോയിലിൻ്റെ ആണോ കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടത് ആ കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യണം. അപ്പോൾ കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താണ്, കോമ്പാക്ട് ചെയ്ത സോയിലാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യണത്. അപ്പം കോമ്പാക്ട് ചെയ്ത സോയിൽ നമ്മൾ എടുക്കും, ലാബിൽ നമ്മൾ കോമ്പാക്ട് ചെയ്ത സോയിൽ എടുക്കും. എന്നിട്ട് ഈ പ്രോക്ടർ നീഡിൽ എന്ത് ചെയ്യും, 7.5 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്യിക്കണം. 7.5 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്യണം. അതിന് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. 1.25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ട്രെസ് കൊടുത്ത് 7.5 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്യിക്കും. അപ്പം മാക്സിമം ഫോഴ്സ് ഫൗണ്ട് ഇൻ ദി സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൽ അങ്ങനെ നമ്മളൊരു ലോഡ് കൊടുക്കുമ്പോൾ, സ്ട്രെസ് കൊടുക്കുമ്പം എത്രമാത്രം ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ നീഡിലിൻ്റെ ഏരിയ നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കും, താഴെ കാണിച്ചു തരാം. ഒരു കാലിബ്രേഷൻ കർവ് ഉണ്ട്. ഈ കാലിബ്രേഷൻ കർവിൽ നമ്മൾ പെനിട്രേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സസിൽ വാട്ടർ കണ്ടൻറ്റും ഉണ്ട്. അപ്പം നമുക്കറിയാം ആ നമ്മൾ ടെസ്റ്റ് ചെയ്യണ സോയിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ കോമ്പാക്ട് ചെയ്ത സോയിലാണ് നമ്മൾ ചെയ്യണം.
അപ്പോൾ എന്നിട്ട് 7.5 സെൻറ്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്യിക്കും 1.25 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആ റേറ്റിൽ ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇതിനെ പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പം ആ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ആ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നീഡിലിൻ്റെ ക്രോസ് സെക്ഷൻ്റെ അനുസരിച്ച് അതിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഏരിയയും ആ ഫോഴ്സും എത്ര ഇതിലാണോ അപ്ലൈ ചെയ്യുന്നത് അതും വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ആ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് വയ്ക്കണം. അതിനുശേഷം എ കാലിബ്രേഷൻ കർവ് ഈസ് ഒബ്റ്റെയിൻഡ് ബിറ്റ്വീൻ പെനിട്രേഷൻ റെസിസ്റ്റൻസ് ആൻഡ് വാട്ടർ കണ്ടന്റ്. നമ്മളൊരു പെനിട്രേഷൻ റെസിസ്റ്റൻസും വാട്ടർ കണ്ടന്റും വെച്ച് നമുക്കൊരു കാലിബ്രേഷൻ കർവ് ഉണ്ട്. ആ കാലിബ്രേഷൻ കർവിൽ നിന്ന് നമ്മൾ നോക്കും നമ്മുടെ പോയിന്റ് ഓഫ് ഇതിൽ നമ്മളിപ്പോൾ ആ സോയിലിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രമാത്രം പെനിട്രേഷൻ മാക്സിമം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഫോഴ്സ് കൊടുത്ത്, അതായത് ഫർദർ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് പെനിട്രേറ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ മാക്സിമം എത്രയാണോ അവിടെ പെനിട്രേഷൻ റെസിസ്റ്റൻസ് വന്നത് ആ പെനിട്രേഷൻ റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് എത്രയാണെന്ന് ഈ വൈ ആക്സിസിൽ നോക്കും. അത് ഈ വാട്ടർ കണ്ടന്റിൻ്റെ കർവിലേക്ക് നമ്മൾ മീറ്റ് ചെയ്യിക്കും. കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് എത്രയാണെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അപ്പം ആ വാട്ടർ കണ്ടന്റ് ആ സോയിലായിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ആ സോയിൽ ഇനി വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യണ്ട, അത് കോമ്പാക്റ്റഡ് ആണ്. നമുക്ക് ഇത്രയും വാട്ടർ കണ്ടന്റ് കൊടുത്താൽ ആ സോയിലിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ആ വാട്ടർ കണ്ടന്റിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ, ഇപ്പം 10% ആ സോയിലിന് വേണ്ട കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ട വാട്ടർ കണ്ടന്റ് എങ്കിൽ, അല്ലെങ്കിൽ 10% കൂടുതൽ അതിന് വേണ്ട, നമ്മൾ പെനിട്രേഷൻ റെസിസ്റ്റൻസ് വെച്ച് ചെയ്ത് കഴിയുമ്പം 8% വാട്ടർ കണ്ടന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 2% 2% കൂടെ കൊടുത്താലാണ് അതിന് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാലിബ്രേഷൻ കർവിൽ നിന്ന് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ആ 2% വാട്ടർ കണ്ടന്റ് കൂടെ നമ്മൾ ഫീൽഡിൽ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യിക്കും. അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. ഈ പ്രോക്ടർ നീഡിലെടുക്കും, എവിടെയാണോ കോമ്പാക്റ്റഡ് സോയിലാണ് ടെസ്റ്റ് ചെയ്യുക, ആ പ്രോക്ടർ നീഡിൽ അവിടെ വെച്ചിട്ട് 7.5 സെൻറ്റിമീറ്റർ ഡെപ്ത് ആകാം, 7.5 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് നമ്മൾ പെനിട്രേറ്റ് ചെയ്യും. കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1.25. കോമ്പാക്ട് ചെയ്ത സോയിലിൽ ഇതിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫർദർ പെനിട്രേഷൻ പോസിബിൾ അല്ലാണ്ട് വരും. അപ്പോൾ മാക്സിമം എത്രയാണോ പെനിട്രേഷൻ റെസിസ്റ്റൻസ് കിട്ടുന്നത് ആ റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മൾ ഈ കാലിബ്രേഷൻ ചാർട്ടിൽ നിന്ന് ആ സോയിലിൻ്റെ വാട്ടർ കണ്ടന്റ് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ആ വാട്ടർ കണ്ടന്റ് നിലവിൽ ആ സോയിലിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് രണ്ടും ഓക്കെ ആണെങ്കിൽ അതിനർത്ഥം കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യാം. അല്ല, ഇത് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറവാണെങ്കിൽ നമുക്കത് മീറ്റ് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെയാണ് കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യുക. കോമ്പാക്ഷൻ ചെയ്യുന്നത് അത് പ്രോക്ടർ ചെയ്തിട്ടാണോ, അത് പ്രോക്ടർ മോഡല് ചെയ്തതിന് ശേഷമാണോ, അത് എങ്ങനെയാ? ഫീൽഡ് ലാബിൽ കോമ്പാക്ഷൻ ചെയ്ത സോയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അങ്ങനെയാണ് കോമ്പാക്ഷൻ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് പ്രോക്ടറിന്റെ മോൾഡിലിട്ടാണോ കോമ്പാക്ട് ചെയ്യുന്നത്, അതെയോ പ്രോക്ടർ മറ്റേ ഇത് ചെയ്യണത് പ്രോക്ടറിന്റെ മോഡിൽ മറ്റേ ഇത് ലൈറ്റ് അല്ലെങ്കിൽ മോഡിഫൈഡ് ഏതാണോ എന്ന് വെച്ചാൽ അതിലിട്ടിട്ടാ ചെയ്യണമെന്നാണ് കണ്ടത്. ഇത് നമ്മൾക്ക് ശരിക്കും നമ്മൾ ലൈറ്റ് കോമ്പാക്ഷൻ ചെയ്തിട്ടാണ് അതേ ഹെവി കോമ്പാക്ഷൻ ചെയ്തിട്ടാണ് സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈറ്റും ഹെവിയും നമ്മൾ ചൂസ് ചെയ്യണ സ്ഥലങ്ങളുണ്ട്, എവിടെ അതിനനുസരിച്ചുള്ള സോയിലിനായിരിക്കും ചെയ്യണേ. ഇത് അപ്പൊ ഈ കോമ്പാക്ട് ചെയ്ത മോൾഡിലെ സെന്ററിലാണ് നമ്മളിപ്പോ ഈ കോമ്പാക്ട് ഈ പ്രോപ്പർ നീഡിൽ അപ്ലൈ വെക്കണേ. കോമ്പാക്റ്റഡ് സോയിലാ പറയണേ, അങ്ങനെയാണ് അതിനകത്ത് പറയണേ. ഇത് എനിക്കൊരു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ, ഇത് കേട്ടറിവുള്ളൂ എനിക്ക്. ഞാൻ ജസ്റ്റ് കുറെ ഇമേജസും കുറെ വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇല്ല. പിന്നെ ഇത് ഡയറക്റ്റ് ഫീൽഡിൽ ചെയ്യണ ഒരു മെത്തേഡ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ അത് ഭയങ്കര പാടാ. അത് പക്ഷെ വേറൊരു സാധനം അതിന് യൂസ് ചെയ്യണേ, ഈ പ്രോക്ടർ നീഡിലല്ല, ശരിക്കും വേറൊരു പേര് അതിന് പറയണേ. ഇത് നമ്മൾ സാധാരണ പ്രോക്ടറിന്റെ മൗഡിൽ വെച്ച് തന്നെയാണ് ചെയ്യണേന്നാണ് പറയണേ. അതിന്റെ വീഡിയോ നോക്കട്ടെ കണ്ടിട്ടില്ല, ഞാൻ നെറ്റിലടിച്ചു നോക്കി ഞാൻ കണ്ടതാണ്. ഇത് എന്താ ഇങ്ങനെ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതിന്റെ ഉദ്ദേശം ഉള്ളി വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല, കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യാം. കോമ്പാക്ഷൻ കൺട്രോൾ ബൈ പ്രോക്ടർ നീഡിൽ എന്നാണ് പറയണേ. നമുക്ക് ഒരു സോയിലിന് കൊടുക്കാവുന്ന, എന്തിനാ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യണേ, അതിന്റെ ഡ്രൈ ഡെൻസിറ്റി കൂട്ടണം. അപ്പം അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഒരു പരിധി കൂടുതൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും,
സോയിലിന് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവുമല്ലോ എപ്പോഴാണെങ്കിലും. അപ്പം മറ്റേ ഇത് സ്ട്രെസ് ഫെയിലായി പോകും, ലോഡ് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പം മിനിമം അല്ല മാക്സിമം അതിന് എത്ര താങ്ങാൻ പറ്റും ആ ഒരു ലെവലിലേക്ക് നമുക്ക് ആ സോയിലിൽ എത്തിക്കണം. അതിന് ഇതിപ്പോ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ചെയ്യുമ്പോൾ നമ്മൾ 3, 4, 5 ട്രയൽ ചെയ്തിട്ടാണ് വാട്ടർ കണ്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ചെയ്താൽ നമുക്ക് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് വാട്ടർ കണ്ടന്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. അതായത് പ്രോപ്പർ നമ്മൾ 5, 6 ട്രയൽ ചെയ്യുന്ന സ്ഥാനത്ത് ഒറ്റ ട്രയലിൽ നമുക്ക് ചെയ്ത് CBR ചെയ്യാൻ സാധിക്കും. അത് ഞാൻ പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും, കാരണം എനിക്ക് അത്ര ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം അപ്പം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരണേ എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കണം. ചെയ്ത് നോക്കാതെ അത് ആൻസർ ചെയ്യാൻ ഭയങ്കര പാടാണ്. പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും കിട്ടുന്നത്. അപ്പൊ ആ കിട്ടുന്ന സാമ്പിളിലായിരിക്കണം ഇത് ചെയ്യുന്നത്. പിന്നെ അത് ചെയ്തോണ്ട് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പെനിട്രേഷൻ റെസിസ്റ്റൻസ് വെച്ചിട്ട് ആ കർവിൽ നിന്നൊരു വാട്ടർ കണ്ടന്റ് കിട്ടുമല്ലോ. അത് ഓൾറെഡി നമുക്ക് 4-5 ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിമോയ്സ്ചർ കണ്ടന്റ് ഡ്രൈ ഡെൻസിറ്റി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പെനിട്രേഷൻ വഴി ചെയ്യുമ്പം ഈ കോമ്പാക്ഷൻ, ഈ വേണ്ട കോമ്പാക്ഷൻ ഇത്രയാണെന്ന് ഈ പെനിട്രേഷൻ റെസിസ്റ്റൻസിൽ നിന്ന് കിട്ടും വാട്ടർ കണ്ടന്റ് വെച്ചിട്ട്. അപ്പം നമ്മൾക്ക് കിട്ടിയ ഈ പ്രോക്ടർ വെച്ച് ചെയ്ത ടെസ്റ്റിൽ കിട്ടിയ വാട്ടർ കണ്ടന്റും ഇതും അടുത്താണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും തോന്നുന്നു. ആ രീതിയിലാണ് ഇത് ചെയ്യണേന്നാണ് എൻ്റെ ഒരു തോന്നല്. മനസ്സിലായേക്കണം എനിക്ക്. ഇൻ കേസ് അതിനകത്തുനിന്ന് ഒരു ഇച്ചിരി ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ ആഡ് ചെയ്താൽ കോമ്പാക്ഷൻ ആകാം. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഐഡിയ പോരാ. ഞാൻ കേൾവിയുള്ളൂ എനിക്കിതിനെ കുറിച്ച്. ഞാൻ ഒന്നോടെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ വന്നപ്പോ നമുക്ക് ടെസ്റ്റുകളൊക്കെ വരുമ്പോഴേ CBR ചെയ്യണമെങ്കിൽ 4-5 ട്രയൽ ചെയ്ത് വാട്ടർ കണ്ടന്റ് മോശം കണ്ടന്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് CBR ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഈ ഒരു ടൈമിൽ നമുക്ക് ലാഭിക്കാലോ. ഈ സംഭവം ഒറ്റയടിക്ക് നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് CBR ചെയ്യാം. അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കണം. ഞാൻ അത്ര ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഒന്നാമത് ഈ സാധനം ഇല്ല, ലാബിലില്ല. ഇത് അത്ര ഫെമിലിയറൈസ് ആയിട്ടുള്ളൊരു സാധനമല്ല. ഇതാണ് യൂസ് ചെയ്യുന്ന കോമ്പാക്ഷൻ കൺട്രോൾ ചെയ്യാൻ എന്ന് എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം ഞാൻ ഫിസിക്കലി കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇനി ഫീൽഡിൽ കോമ്പാക്ഷൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. എങ്ങനെയാണ് ഫീൽഡിൽ കോമ്പാക്ഷൻ ചെയ്യുന്നത്? പല മെത്തേഡ് ഉണ്ട്. ടാമ്പേഴ്സ്, റോളേഴ്സ്, വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ്, വൈബ്രോഫ്ലോക്കുലേഷൻ മെത്തേഡ്, കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്, കോമ്പാക്ഷൻ ബൈ എക്സ്പ്ലോസീവ്, കോമ്പാക്ഷൻ പൈൽസ്. ഇത്രയും മെത്തേഡ് വഴിയാണ് നമ്മൾ ഫീൽഡിൽ കോമ്പാക്ഷൻ ചെയ്യണത്. അതിൽ ടാമ്പേഴ്സ് ആദ്യത്തെയാണ് ടാമ്പർ എന്ന് പറയുന്നത്. ടാമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എങ്ങനെയാ ഇടിച്ച് നമ്മൾ നിരത്തും. ഒന്നെങ്കിൽ ഹാൻഡ് ഓപ്പറേറ്റഡ് ആവും, അല്ലെങ്കിൽ മെക്കാനിക്കൽ. ഹാൻഡ് ഓപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു അയൺ കണക്ട് ചെയ്തൊരു വുഡൻ ബ്ലോക്ക് അടിയിൽ വരും. ഇപ്പം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാൻ പറ്റണ, നമ്മൾ വീടിന് തറയൊക്കെ കെട്ടിയിട്ട് മണ്ണിടൂലേ, മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു ഇടിമുട്ടിയും കൊണ്ട് ഇടിക്കൂലേ, ആ സാധനം ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഹാൻഡ് ഓപ്പറേറ്റഡ് ടാമ്പറിന്. അപ്പം ഈ ടാമ്പർ ലിഫ്റ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് സോയിൽ ഫുൾ നമ്മൾ എന്ത് ചെയ്യും? കോമ്പാക്ട് ചെയ്യും. മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് ടാമ്പർ ആണെങ്കിൽ അതൊരു മെഷീൻ വെച്ചിട്ട് ഇതാണ് കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ ഗ്യാസോലിൻ വെച്ചിട്ടായിരിക്കും ആ മെഷീൻ റൺ ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു പവർ വെച്ചിട്ട് സോയിലിനെ നമ്മൾ കോമ്പാക്ട് ചെയ്യും. അടുത്തത് റോളേഴ്സാണ്. റോളേഴ്സിൽ 2-3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്മൂത്ത് വീൽ റോളേഴ്സാണ്. സ്മൂത്ത് വീൽ റോളേഴ്സ് എന്ന് പറഞ്ഞാൽ 3 വീലുണ്ട്. ഇതിൻ്റെയൊക്കെ ഫിഗർ നെറ്റ് കൊടുത്താൽ കാണാം കേട്ടോ. 3 വീലുണ്ട്. 2 ലാർജ് വീൽസാണ്. 2 സൈഡിലുള്ളത് വലിയ വീൽസും ഫ്രണ്ടിലുള്ളത് ചെറിയൊരു ഡ്രമ്മാണ്. ഡ്രം പോലത്തെ ഒരു സാധനമാണ് ഫ്രണ്ടിലുള്ളത്. ഫ്രണ്ടിലെ വീല് വലിയൊരു ഹെവി സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് ഇത് മെഷീൻ പവേർഡാണ് എൻജിൻ വർക്ക് ചെയ്യണേ. ഇത് യൂഷ്വലി നമ്മൾ എംബാക്ക്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഫിനിഷിങ് ചെയ്യണം. ആ എംബാക്ക്മെൻറ്റ് നമ്മൾ പണിതൊരു ഫിനിഷിങ് ഓപ്പറേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈവേസിലൊക്കെ യൂഷ്വലി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് സ്മൂത്ത് വീൽ റോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ വലിയ വീലും ഫ്രണ്ടിലെ വീല് ഹെവി സ്റ്റീൽ കൊണ്ടായതുകൊണ്ട് അത്രയും ലോഡുണ്ട്. ആ ലോഡ് വെച്ച്
നമുക്ക് ആ ഒരു ഫൈനൽ ഫിനിഷിങ് സ്റ്റേജിലേക്ക് ആ ഹൈവേസിനെ കൊണ്ടുവരാൻ പറ്റും. യൂഷ്വലി ഒരു ഗ്രാനുലാർ ബേസ്, ഗ്രാന്യൂൾസ് കൂടുതലുള്ള ഹൈവേസ് ആണെങ്കിൽ അവനൊരു ഫിനിഷിങ് കിട്ടാനാണ് ഇത് യൂഷ്വലി യൂസ് ചെയ്യുക. അടുത്തത് ന്യൂമാറ്റിക് ടയർഡാണ്. ന്യൂമാറ്റിക് ടയർഡ് എന്ന് പറഞ്ഞാൽ 9 to 11 വീൽസ് കാണും അതിൽ. നീഡിങ് ആക്ഷൻ വഴിയാണ് കോമ്പാക്ട് ചെയ്യണത്. അതുപോലെ തന്നെ കൊഹഷൻ സോയിലും കോസി സോയിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പാക്ഷനാണിത്, ന്യൂമാറ്റിക് ടയേർഡ് റോളർ എന്ന് പറയുന്നത്. ഇനി നീഡിങ് ആക്ഷൻ. നീഡിങ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണേ, നല്ലൊരു നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കൂലേ, ഏകദേശം അതുപോലെ നമ്മൾ ഭയങ്കരമായി അതിനെ സ്ട്രെച്ച് ചെയ്യും, പുഷ് ചെയ്യും, ഫോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ സോയിലിനെ അങ്ങനെ ഒരു ഫോർമിലേക്കായിരിക്കും ഈ ഒരു റോളേഴ്സ് അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പം നല്ലൊരു ഡഫ് നേച്ചർ കിട്ടാൻ പാകത്തിന് ഒരു പ്രോസസ്സ് അതിനകത്ത് നടക്കും. ഇത്രയും വലിയൊരു റോളർ അതിലൂടെ പോകുമ്പം അതിനെയാണ് നമ്മൾ യൂഷ്വലി നീഡിങ് ആക്ഷൻ എന്ന് പറയാം. അടുത്തത് ഷീപ്പ് ഫൂട്ട് റോളേഴ്സ്. നെക്സ്റ്റ് ഒരു സാധനമാണ് ഷീപ്പ്. അതിൽ വലിയൊരു ഹോളോ ഡ്രമ്മാണ്. ഹോളോ ഡ്രമ്മിനകത്ത് പ്രൊജക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ മുള്ളു പോലെ പൊങ്ങി നിൽക്കും. എന്നിട്ട് ഈ ഹോളോ ഡ്രമ്മിനകത്ത് നമ്മൾ വെയിറ്റ് കൊടുക്കണം. വെയിറ്റ് കൊടുക്കാൻ വേണ്ടി വാട്ടർ അല്ലെങ്കിൽ വലിയ അഗ്രിഗേറ്റ്സ് വെച്ചിട്ട് ആ ഹോളോ ഡ്രം നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് ഈ ഡ്രമ്മ് നമ്മൾ എന്ത് ചെയ്യും, മെക്കാനിക്കൽ മീൻസ്, അതായത് ഒരു ട്രാക്ടർ പോലത്തേക്ക് സംഭവമാണത്. അതിങ്ങനെ ഒരു റോഡിലൂടെ അല്ലെങ്കിൽ ഏത് പോർഷനിലാണോ നമുക്ക് ഇത് ചെയ്യേണ്ടത് അവിടെ കൂടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ കോസി സോയിലിനാണ്. ഇതിന് നടക്കുന്ന പ്രോസസ്സ് ടാമ്പിങ് ആൻഡ് നീഡിങ്. ഈ പറഞ്ഞ പോലെ നന്നായി ടാമ്പ് ചെയ്യുകയും ചെയ്യും. നീഡിങ് സോയിലിനെ ഇളക്കി മറിച്ച് അല്ലെങ്കിൽ നല്ലൊരു ഇങ്ങനെ കുഴച്ച് മറിച്ച് അതിനെ ഫുള്ളി കോമ്പാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇത് കൊണ്ടെത്തിക്കും. അടുത്തത് വൈബ്രേഷനാണ്. വൈബ്രേഷൻസ് കൊടുത്ത് സോയിലിൽ നമ്മൾ വൈബ്രേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കോമ്പാക്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് വൈബ്രേറ്ററി കോമ്പാക്ടേഴ്സ്. അതിന് യൂസ് ചെയ്യുന്നത് വൈബ്രേറ്ററി റോളേഴ്സ് ഉണ്ട്. പോകുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സോയിൽ വൈബ്രേഷൻസ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് തന്നെ പോണ റോളേഴ്സ് ഉണ്ട്. വൈബ്രേറ്റ് പ്ലേറ്റ് കോമ്പാക്ടർ, വൈബ്രേറ്റിംഗ് പ്ലേറ്റ് കോമ്പാക്ടർ, ഇങ്ങനെ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണം. അടുത്തത് വൈബ്രോ ഫ്ലോക്കുലേഷൻ മെത്തേഡ്. ലൂസ് സാൻഡി സോയിലിൽ നമ്മൾ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഇതിനകത്ത് സിലിണ്ടറിക്കൽ ഒരു ട്യൂബാണ്. സിലിണ്ടറിക്കൽ ട്യൂബിനകത്തൂടെ ഒരു പൈപ്പ്, ചെറിയൊരു ഒരു വലിയൊരു സിലിണ്ടറിക്കൽ ട്യൂബ്, അതിനകത്തൂടെ വാട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ജെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതൊരു വലിയൊരു ഡ്രം പോലത്തെ സംഭവമാണ്. അതിനകത്തൂടെ നമ്മൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പാകത്തിന് ആ സോയിലിലേക്ക് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു ചെറിയ ട്യൂബിലൂടെയാണ് വാട്ടർ ഇങ്ങനെ ജെറ്റ് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് ഇതിന് എക്സെൻട്രിക് ആയിട്ട് ക്യാൻഡിലിവർ പോലെ ഒരു ലോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ലോഡിൻ്റെ എഫക്റ്റ് കൊണ്ട് ഈ റോളർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും ചെയ്യും, വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വാട്ടർ സ്പ്രേയിങ്ങും ഈ റോളർ മൂവ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് കോമ്പാക്ഷൻ നടക്കും. അങ്ങനെ ഒരു മെത്തേഡാണ് വൈബ്രോ ഫ്ലോട്ടേഷൻ. ഈ എക്സെൻട്രിക് ലോഡിൻ്റെ ഇതുകൊണ്ട് ഈ ഒരു ഡ്രം പോലത്തെ സാധനത്തിന് ഒരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷനാണ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് പൗണ്ടിങ്. കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ് എന്ന് പറയും, ഡൈനാമിക് കോമ്പാക്ഷൻ എന്ന് പറയും. വലിയൊരു ഹെവി മാസ് വലിയൊരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഗ്രാനുലാർ സോയിൽസിലാണ് യൂഷ്വലി ഇത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോമ്പാക്ഷൻ ബൈ പൗണ്ടിങ്. വലിയൊരു ഹെവി മാസ് വലിയൊരു ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് എടുത്തിടും. അപ്പോൾ ആ താഴെയുള്ള സോയിൽ ഈ വരുന്ന ലോഡിൻ്റെ പ്രഷർ കൊണ്ട് കോമ്പാക്റ്റഡ് ആവും. ലാസ്റ്റ് വൺ അടുത്തത് എക്സ്പ്ലോസീവ്സ്. എവിടെയാണോ സോയിൽ കോമ്പാക്ട് ചെയ്യേണ്ടത് അതിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും നമ്മൾ എക്സ്പ്ലോഷൻ നടത്തും. അപ്പോൾ ആ എക്സ്പ്ലോഷൻസിൻ്റെ ഷോക്ക് വേവും വൈബ്രേഷൻ കൊണ്ട് എന്ത് ചെയ്യും, സോയിൽ കോമ്പാക്ട് ആവും. ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് കൊഹഷൻലെസ് സോയിലാണ് യൂഷ്വലി ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. അടുത്തത് പ്രീ കംപ്രഷൻ പ്രീ ലോഡിങ്. അപ്പം പ്രീ കംപ്രഷൻ പ്രീ ലോഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈറ്റിൽ പണിയണം, ഒരു ബിൽഡിംഗ് പണിയണം. ആ ബിൽഡിംഗ് പണിയാൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നാൾ എന്ത് ചെയ്യും, ആ സൈറ്റിൽ നമ്മൾ എങ്ങനെയും ലോഡ് കൊണ്ടിടും. കുറേ മണ്ണോ കല്ലോ അങ്ങനെ എന്തെങ്കിലും വലിയൊരു ലോഡ്
നമ്മൾ ആ സൈഡിൽ കുറച്ച് നാളിടും. കുറേ നാൾ ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോഡ് കൊണ്ട് അതിൻ്റെ അടിയിലുള്ള സോയിൽ കോമ്പാക്റ്റഡ് ആവും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് പ്രീ ലോഡിങ്, ബിഫോർ കൺസ്ട്രക്ഷൻ. അങ്ങനെ കോമ്പാക്ഷൻ നടക്കാം. യൂഷ്വലി ഇത് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് ഫില്ല് ചെയ്ത ലാൻഡൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഇതുപോലെ വലിയ ലോഡൊക്കെ കൊണ്ടുവച്ച് സോയിൽ ഇങ്ങനെ ഇരുന്ന് കോമ്പാക്റ്റഡ് ആയി അതിന് ശേഷം ആ പോർഷൻ ഇട്ട വെയിറ്റ് അല്ലെങ്കിൽ സാധനങ്ങൾ നമ്മൾ പതുക്കെ മാറ്റി എന്നിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങാം. അടുത്തത് കോമ്പാക്ഷൻ പൈലാണ്. കോമ്പാക്ഷൻ പൈൽ അല്ലെങ്കിൽ സാൻഡ് പൈൽ ഒരു പൈപ്പ് പൈലാണ്. ആ പൈല് നമ്മളിങ്ങനെ ഡ്രിവൺ ചെയ്യും. ആ ഡ്രിവൺ ചെയ്ത് കഴിയുമ്പം വൈബ്രേഷൻ ഉണ്ടാവും ഈ പൈലിൽ. ആ വൈബ്രേഷൻ്റെ ഇഫക്റ്റ് കൊണ്ട് സോയിൽ കോമ്പാക്റ്റഡ് ആവും. ഈ സ്പേസ് ലെഫ്റ്റ് ഈസ് ബാക്ക് ഫിൽഡ് വിത്ത് സാൻഡ്, അതായത് ഈ പൈലിൻ്റെ ഇടയ്ക്കും ഈ കോമ്പാക്ട് ചെയ്ത സോയിലിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പ് ഉണ്ടാവും. അത് നമ്മൾ സാൻഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് അതിന് പേര് സാൻഡ് പൈൽ എന്ന് പറയാൻ കാരണം. ഇനി അടുത്തത് കാണിച്ചിരിക്കുന്നത് ഒരു സോയിലിൻ്റെ പ്രോപ്പർട്ടി. ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസിൽ ആദ്യത്തെ രണ്ടെണ്ണമേ അവസാനത്തെ പറഞ്ഞല്ലോ നമ്മളിപ്പോ സാധാരണ നോർമൽ ഇവിടെ ചെയ്ത് കിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലിയർ അല്ലല്ലോ. അല്ല, ഇത് ഇപ്പൊ കുറെയൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ചെയ്യാറുണ്ട്. റോളർ വെച്ച് ടാമ്പർ വെച്ച് ഇത് ചെയ്യാറുണ്ട്. അവസാനത്തെ സാൻഡ് പൈലിംഗ് ചെയ്യാറുണ്ട്. ബാക്കിയൊക്കെ അത്ര ഫെമിലിയർ അല്ല. ഈ പറഞ്ഞാൽ ഞാനും കേട്ട കഴിവുള്ളൂ. ഇതൊക്കെ പുറം രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കുറെയൊക്കെ. നമ്മുടെ ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് ഈ പറഞ്ഞ പോലെ സാൻഡ് പൈലും ടാമ്പറും റോളേഴ്സും ആണ് യൂഷ്വലി ചെയ്യുന്നത്. എന്ത് സോയിലാണെങ്കിലും അവർ സോയിലിൻ്റെ നേച്ചറൊന്നും നോക്കാറില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും വെച്ചിട്ട് എപ്പോഴെന്താണോ കിട്ടണം അത് വെച്ചിട്ടാണ് ചെയ്ത് കണ്ടേക്കണം. ഇനി കോമ്പാക്ഷൻ്റെ ഇഫക്റ്റ്. കോമ്പാക്ഷൻ കൊണ്ട് ഒരു സോയിലിന് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ചേഞ്ചസ് വരുന്നത്? അത് ഡ്രൈ സോയിലാണെങ്കിൽ എങ്ങനെ, വെറ്റ് സോയിലാണെങ്കിൽ എങ്ങനെ? സോയിൽ സ്ട്രക്ചർ കോമ്പാക്ഷൻ ചെയ്യുന്നത് ഡ്രൈ സൈഡിലാണെങ്കിൽ ഒരു ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിനായിരിക്കും കോമ്പാക്ഷൻ കൂടുതൽ അച്ചീവ് ചെയ്യാൻ സാധ്യത. വെറ്റ് സൈഡ് ആണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആണെങ്കിൽ സോയിൽ കുറച്ചുകൂടെ കോമ്പാക്ഷൻ കിട്ടും. ഇനി പെർമിയബിലിറ്റി. ഡ്രൈ സൈഡ് ആണെങ്കിൽ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പെർമിയബിലിറ്റി കുറഞ്ഞു. സോയിൽ ഇങ്ങനെ കോമ്പാക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കടത്തി വിടില്ല, കാരണം വാട്ടർ കണ്ടന്റ് കൂടുന്നതുകൊണ്ട് പെർമിയബിലിറ്റി കുറഞ്ഞു. വെറ്റ് സൈഡ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്, അത് ഇൻക്രീസ് ചെയ്യും. സ്വെല്ലിങ്. ഡ്രൈ സൈഡ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സോയിലിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? സ്വെല്ലിങ് ഉണ്ടാവും സോയിലിൽ. വെറ്റ് സൈഡ് ആണെങ്കിൽ സ്വെല്ലിങ് കുറയും, കാരണം ഇത് വെള്ളമൊക്കെ പുറത്തേക്ക് പോകല്ലേ, അപ്പോൾ സ്വെല്ലിങ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അടുത്തത് പോർ വാട്ടർ പ്രഷർ. ഡ്രൈ ആയിട്ടുള്ള സോയിലാണ് ചെയ്യണമെങ്കിൽ പോർ വാട്ടർ പ്രഷർ കുറവായിരിക്കും. വെറ്റ് സോയിലാണെങ്കിൽ പോർ വാട്ടർ പ്രഷർ കൂടുതലായിരിക്കും. ഷ്രിങ്കേജ് ലെസ് ആയിരിക്കും, വെറ്റ് സൈഡിലും കൂടുതലായിരിക്കും. കംപ്രസിബിലിറ്റി ഡ്രൈ സോയിലാകുമ്പോൾ കുറവായിരിക്കും, വെറ്റ് സോയിലാണെങ്കിൽ കുറച്ചുകൂടെ ഹൈലി കംപ്രസിബിൾ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിരിക്കും, നല്ലൊരു സ്റ്റീപ്പർ കർവായിരിക്കും ഡ്രൈ സൈഡിൽ കിട്ടുക, മറ്റിടത്ത് കുറച്ചുകൂടെ ഫ്ലാറ്റൻഡ് കർവായിരിക്കും കിട്ടണം. ഷിയർ സ്ട്രെങ്ത് മാക്സിമം ആയിരിക്കും ഡ്രൈ സൈഡിൽ, മറ്റേ സൈഡിൽ മിനിമം ആയിരിക്കും. ഇതാണ് യൂഷ്വലി കോമ്പാക്ഷൻ കൊണ്ട് സോയിലിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇത്രയാണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഇനി ഫോർത്ത് മൊഡ്യൂൾ. ഫോർത്ത് മൊഡ്യൂളിൽ ഫസ്റ്റ് ടൈമാണ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ കംപ്രസിബിലിറ്റി. എന്താണ് കൺസോളിഡേഷൻ? കൺസോളിഡേഷൻ എന്താണ്? ഈ മൊഡ്യൂളിൽ കിടക്കുന്നത് കോമ്പാക്ഷൻ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. ബാക്കി കിടക്കണ കംപ്രസിബിലിറ്റി ഫോർത്ത് മൊഡ്യൂളാണ്. ഓക്കെ, ഇനി കൺസോളിഡേഷൻ. ഒരു സോയിൽ എടുത്താൽ ആ സോയിലിനെ നമുക്ക് ഒന്നോ അതിലധികമോ രീതിയിൽ കോമ്പാക്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ കംപ്രഷൻ ചെയ്യിക്കാം. കംപ്രഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്നത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സംഭവിപ്പിക്കാം. ആദ്യത്തേത്
എങ്ങനെ കംപ്രഷൻ നടക്കണേ? കംപ്രഷൻ ഓഫ് സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ ഇൻ ദി വോയിഡ്. സോളിഡും വാട്ടറും എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യിച്ചുകൊണ്ട് സോയിലിനെ കംപ്രഷൻ അച്ചീവ് ചെയ്യാം. രണ്ടാമത് എയർ പുറത്തേക്ക് കളഞ്ഞ്, വോയിഡ്സിനകത്തെ എയർ പുറത്ത് പോകുമ്പോഴും സോയിലിന് കംപ്രഷൻ ഉണ്ടാവും. മൂന്നാമത് എന്താണ്? വാട്ടർ പുറത്തേക്ക് പോകും. വോയിഡ്സിൽ വാട്ടർ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്രഷൻ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യത്തെ 2 നമ്മൾ പഠിച്ചു. സോളിഡ് പാർട്ടിക്കിളും എയറും പുറത്തേക്ക് പോയി കംപ്രസ് ആവുന്നതിനെ കോമ്പാക്ഷൻ എന്ന് പറയും. അതിനുശേഷം നമ്മൾ പിന്നെ ലോഡ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഈ വോയിഡ്സിനകത്തെ വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ നടക്കുന്ന ആ കംപ്രഷൻ പറയുന്ന പേരാണ് കൺസോളിഡേഷൻ. അത് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലോഡിൻ്റെ ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഈ വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോവുള്ളൂ. അങ്ങനെയാണ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുക. സിംപ്ലി പറയുമ്പം കംപ്രഷൻ ഓഫ് സോയിൽ തന്നെയാണ്. എങ്ങനെ? വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകണം. വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്റ്റേണലി ലോഡ് അപ്ലൈ ചെയ്യണം. എന്നാലാണ് ആ വോയിഡ്സിലെ വാട്ടർ പുറത്തേക്ക് പോകുള്ളൂ. അതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയാം. ഇനി കൺസോളിഡേഷൻ 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കണമെന്ന് പറയും യൂഷ്വലി പറയുമ്പോൾ. ഇനീഷ്യൽ, പ്രൈമറി, സെക്കൻഡറി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ, കൺസോളിഡേഷൻ ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ഒരു എക്സ്റ്റേണൽ ലോഡിൻ്റെ ആപ്ലിക്കേഷനിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കണം. അപ്പം നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിളിൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തു. ലോഡ് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ആ സോയിലിന് ഒരു വോളിയം റിഡക്ഷൻ ഉണ്ടാവും. അതിനെയാണ് ഇനീഷ്യൽ കൺസോളിഡേഷൻ എന്ന് പറയാം. റിഡക്ഷൻ ഇൻ വോളിയം ഓഫ് സോയിൽ ജസ്റ്റ് ആഫ്റ്റർ ദി ആപ്ലിക്കേഷൻ ഓഫ് ലോഡ്. ലോഡ് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ, ലോഡ് കൊടുത്തു തൊട്ടപ്പം തന്നെ ആ സോയിലിന് ഉണ്ടാവുന്ന വോളിയം ചേഞ്ച്, റിഡക്ഷൻ ഇൻ വോളിയം ചേഞ്ച്, അതിനെയാണ് ഇനീഷ്യൽ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ കംപ്രഷൻ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാവണേ? ആ ലോഡ് വന്നു കഴിയുമ്പം അതിനകത്തെ സോളിഡ് പാർട്ടിക്കിൾ, സോയിൽ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്രസ്ഡ് ആയി. സോളിഡ് പാർട്ടിക്കിൾ, സോയിലിലെ ആ സോളിഡ് ആയിട്ടുള്ള പോർഷൻ കംപ്രസ്ഡ് ആയി. അങ്ങനെയാണ് ഇനീഷ്യൽ കൺസോളിഡേഷൻ നടക്കണം. രണ്ടാമത്തേതാണ് പ്രൈമറി കൺസോളിഡേഷൻ. പ്രൈമറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൺസോളിഡേഷന് ശേഷം എന്ത് ചെയ്യും? വോളിയത്തിന് റിഡക്ഷൻ സംഭവിക്കും. എന്തുകൊണ്ട്? വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്കും. ഈ ലോഡ് മുകളിൽ ഇരിക്കുവാണല്ലോ, ലോഡ് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ലോഡ് ഇരിക്കണത് കൊണ്ട് എന്ത് സംഭവിക്കും? സോയിൽ വീണ്ടും കംപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ആ സോയിലിൻ്റെ വോളിയം വീണ്ടും റെഡ്യൂസ് ചെയ്യും. എങ്ങനെ? വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ ഉണ്ടാകുന്ന കൺസോളിഡേഷനാണ് പ്രൈമറി കൺസോളിഡേഷൻ. ഇതിപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഒരു സാച്ചുറേറ്റഡ് സോയിൽ, ആ സാച്ചുറേറ്റഡ് സോയിലിൽ നമ്മൾ ലോഡ് കൊടുത്തു. ലോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം, അല്ലെങ്കിൽ പ്രഷർ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ആദ്യത്തെ പ്രഷർ എന്ന് പറയുന്നത് ആരെടുക്കും? പ്രഷർ അപ്ലൈഡ് ഈസ് ടേക്കൺ ബൈ ആ വോയിഡിനകത്തെ സോയിലിനകത്ത്, സാച്ചുറേറ്റഡ് സോയിലിൽ എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും എടുക്കണേ. അതെങ്ങനെ കൈകാര്യം ചെയ്യണേ? ഒരു പോർ വാട്ടർ പ്രഷറായിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു സാച്ചുറേറ്റഡ് സോയിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ആ ലോഡ് നമ്മൾ കൊടുത്തു കഴിയുമ്പം ഇനീഷ്യലി കൊടുക്കുന്ന ആ പ്രഷർ ആ സോയിലിലെ വാട്ടറാണ് എടുക്കണേ. അതിനുശേഷം ഈ ലോഡ് ഇങ്ങനെ ഇരിക്കുമല്ലേ, കൂടി വരും. ലോഡ് കൂടി വന്നു കഴിയുമ്പോൾ ഒരു പോയിന്റിൽ ഈ വാട്ടറിന് ആ ലോഡ് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പം എന്ത് ചെയ്യും? ഈ വാട്ടർ പുറത്തേക്ക് ഒഴുകും. വാട്ടർ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സോയിലിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. അതിനെയാണ് പ്രൈമറി കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു സാച്ചുറേറ്റഡ് സോയിൽ, അതിൽ ലോഡ് കൊടുക്കുകയെന്ന് വിചാരിക്കുക. ലോഡ് കൊടുത്തു കഴിയുമ്പം ആ ലോഡ് ആരാണ് എടുക്കണേ? ആ സാച്ചുറേറ്റഡ് സോയിലിലെ വാട്ടറാണ് എടുക്കണേ.
വാട്ടർ ഒരു പരിധി കൂടുതൽ ലോഡ് എടുത്തു കഴിഞ്ഞ് വാട്ടറിന് താങ്ങാൻ പറ്റുന്ന ലോഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? വാട്ടർ പിന്നെ ആ ലോഡ് എടുക്കില്ല. വാട്ടർ പിന്നെ ലോഡ് വന്നു കഴിയുമ്പം സോയിലും ലേക്ക് വരും. അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ആ വോയിഡ്സ് എല്ലാം എന്ത് ചെയ്യും? വാട്ടർ പുറത്തേക്ക് പോയി വോളിയം കുറഞ്ഞു പോകും. സോയിൽ തന്നെ വന്ന് ഫില്ല് ചെയ്ത് സോയിലിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് പോകും. അങ്ങനെ ഉണ്ടാവുന്ന കൺസോൾട്ടേഷനാണ് പ്രൈമറി കൺസോൾട്ടേഷൻ. അടുത്തത് സെക്കൻഡറി കൺസോൾട്ടേഷൻ. സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും? പിന്നെയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സോയിലിൻ്റെ വോളിയം വീണ്ടും റെഡ്യൂസ് ചെയ്യും. വളരെ ചെറിയ രീതിയിൽ, വളരെ സ്ലോ റേറ്റിൽ പ്രൈമറി കൺസോൾട്ടേഷന് ശേഷം സോയിലിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അഡീഷണലി റെഡ്യൂസ് ചെയ്ത വോളിയം, ആ കൺസോൾട്ടേഷനെയാണ് സെക്കൻഡറി കൺസോളിഡേഷൻ എന്ന് പറയുക. ഇതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ വാട്ടർ എല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഈ സോയിൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? പിന്നെ അതിനകത്തുള്ള വാട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച്മെൻറ്റ് ചെയ്യും. അങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് നടക്കുമ്പം ആ സോയിലിൻ്റെ വോളിയത്തിന് പിന്നെയും കുറച്ച് വരും. ആ റിഡക്ഷനെയാണ് സെക്കൻഡറി കൺസോളിഡേഷൻ എന്ന് പറയും. ഇനീഷ്യൽ, പ്രൈമറി, സെക്കൻഡറി, ഇതാണ് 3 ടൈപ്പ് ഓഫ് കൺസോൾട്ടേഷൻ. ക്ലിയർ ആയോ? ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൈമറി കൺസോൾട്ടേഷനാണ്. ഈ 3 കൺസോൾട്ടേഷൻ ഒരു സോയിലിൽ ഉണ്ടാവും. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൈമറി കൺസോൾട്ടേഷനാണ്. അതായത് വെള്ളം പുറത്തേക്ക് പോയി സോയിലിൽ ഉണ്ടാവുന്ന റിഡക്ഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? സെക്കൻഡറി എന്താ പറയാ? നമ്മൾ ലോഡ് കൊടുത്തേക്കുവാണ്. ലോഡ് കൊടുത്ത് വെള്ളത്തിന് താങ്ങാൻ പറ്റുന്നില്ല, വെള്ളം എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. അപ്പോൾ ആ സോയിലിനൊരു വോളിയം ചേഞ്ച് സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചു. അതാണ് പ്രൈമറി. ഓക്കെ. അതിനുശേഷം ഈ ലോഡ് സോയിലിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? വെള്ളം എല്ലാം പുറത്തേക്ക് പോയി. ഫുൾ പോകുന്നുണ്ടാവില്ല, കുറച്ചൊക്കെ അവിടെയൊക്കെ കാണുമല്ലോ. അപ്പം ആ വെള്ളം പുറത്തേക്ക് പോയി അതിന് ശേഷം വീണ്ടും എന്ത് സംഭവിക്കും? ഗ്യാപ്പുകൾ വരും. അപ്പോൾ ഈ സോയിൽ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? റീഅറേഞ്ച്മെൻറ്റ് നടത്തും. സോയിൽ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴും എന്ത് സംഭവിക്കും? വോളിയം റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന വോളിയം റിഡക്ഷനാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ. ഇതൊന്നും നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ല. നമുക്കൊരു മെത്തേഡ് വഴി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൈമറി കൺസോൾട്ടേഷനാണ്. നമുക്കൊരു ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്താലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണത് ഇതാ, പ്രൈമറി കൺസോൾട്ടേഷനാണ്. ഓക്കെ. ബ്രേക്ക് വേണോ? 10 മിനിറ്റ്. 9 മണിയായി. ബ്രേക്ക് വേണോ? വേണമെന്നില്ല. എല്ലാവരുടെ അഭിപ്രായം. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് തരാം, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു കയറണം. നിങ്ങൾ പറയണ പോലെ. ഇപ്പൊ 9 മണിയായി. 9:45 നിർത്തണോ? ഇത് തിയറിയാണ്. തിയറി മീൻസ് ഇത് കുറച്ച് സെക്ഷൻ തിയറിയാണ്. ആ തിയറി പഠിച്ച് അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇതിലെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസോൾട്ടേഷനും കോമ്പാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഈ 3 കൺസോൾട്ടേഷൻ, ഇനീഷ്യൽ, പ്രൈമറി, സെക്കൻഡറി, ഇതെന്താന്ന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണാറുണ്ട്. ഇനി അടുത്തൊരു സാധനമാണ് പിന്നെ ചോദിച്ച് കാണുന്നത് സ്പ്രിംഗ് അനലോഗി. ആർക്കെങ്കിലും ബ്രേക്ക് വേണമെങ്കിൽ പറയണം. ഞാൻ ഒരു 10 മിനിറ്റ് ബ്രേക്ക് തരാം. 9:10 മാക്സിമം ഒരു 9:45, 50 വരെ ആയിരിക്കും ഓടുള്ളൂ. കാരണം ഇത് ഫുൾ തിയറിയാണ്. ഇത് നിങ്ങൾ കേട്ട് 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 നിങ്ങൾക്കൊരു ബോധമില്ലാണ്ടാവും. അത് കഴിയുമ്പോഴായിരിക്കും പ്രോബ്ലം ചെയ്യാൻ തുടങ്ങണേ. അപ്പോൾ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് തരാം. 9:10 ജോയിൻ ചെയ്യണേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ആർക്കെങ്കിലും പോണെങ്കിലേ. അപ്പൊ 9:10 വരെ മാക്സിമം ഒരു 9:45, 9:50 വരെ. ഓക്കെ.
ഹലോ തന്നേക്കണ ക്വസ്റ്റ്യൻ പേപ്പറിലെ കൂടുതലും പ്രോബ്ലം ഉള്ളത് തിയറി ഞാൻ കുറവുള്ളതാണ്. കണ്ടു. പ്രഡിക്റ്റബിളേ അല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ പറഞ്ഞല്ലോ GT1 സോയിൽ മെക്കാനിക്സ് ഒരിക്കലും തിയറി മാത്രമേ ചോദിക്കുള്ളൂ, പ്രോബ്ലം മാത്രമേ ചോദിക്കുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. തിയറിയും പ്രോബ്ലവും ഒരേപോലെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ അതിനകത്ത് ഒരു തിയറിയും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ അത് ടാലി ചെയ്ത് വെക്കുന്നത്. ഫുൾ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് തിയറി പഠിച്ചുകൊണ്ട് മാത്രം പാസ്സാവില്ല കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയാം. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. പക്ഷെ അതല്ലാണ്ട് അതില് കോഡ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. IS2 മറ്റേ 272 ഇത് പറയാൻ തുടങ്ങി 1498 2720. ഇത് യൂഷ്വലി ഇതുവരെ ജിയോടെക് പഠിപ്പിച്ചപ്പോഴൊന്നും ഈ കോഡ് പെർമിഷൻ ഇല്ലായിരുന്നു. ഇത് നമ്മൾ യൂഷ്വലി ആ ചാർട്ടുകളാണ് നമ്മൾ മറ്റേ ബിസിനസ് ഇക്വേഷൻ്റെ ഇതൊക്കെ വെച്ചിട്ടില്ലേ, ആ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. പിന്നെ അതല്ലാതെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻലി യൂസ് ചെയ്യണത് സോയിൽ ക്ലാസിഫിക്കേഷൻ ഇല്ലേ, ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ, കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി, ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ട് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചാൽ അതിൻ്റെ ഡേറ്റാസ് IS 1498 ഡെഫിനിഷൻസ് ഒക്കെ അതിന് കിട്ടും തോന്നുന്നു. ഡെഫിനിഷൻസും എല്ലാ ഡെഫിനിഷൻസും അതിന് കിട്ടും തോന്നുന്നു. എല്ലാ ഡെഫിനിഷനും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സോയിൽ റിലേറ്റഡ് ആയിട്ട് എല്ലാ ഉണ്ടോ അതിനകത്ത് 1498 ഞാൻ അങ്ങനെ യൂസ് ചെയ്യിപ്പിച്ചിട്ടില്ല കുട്ടികളെ. എന്തൊക്കെ ഡേറ്റാസ് കോമ്പാക്ഷൻ റിലേറ്റഡ് ഫോർമുലയും കാര്യങ്ങളും ഇപ്പൊ ലൈറ്റ് കോമ്പാക്ഷൻ ഒക്കെ ആണെങ്കിൽ അതിന്റെ പാർട്ട് 6 കാര്യങ്ങൾ അങ്ങനെ എടുത്തിട്ട് എല്ലാം ഓൾമോസ്റ്റ് അതുകൊണ്ടായിരിക്കും പ്രോബ്ലംസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവും. കാരണം തിയറി ഒക്കെ കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ആയിരിക്കാം. ഇത്രയും വർഷങ്ങളായി ഈ രണ്ട് കോഡും പെർമിറ്റ് ചെയ്യാറില്ലായിരുന്നു. കാരണം ബേസിക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരിക്കലും കോഡ് സോയിൽ മെക്കാനിക്സ് പെർമിറ്റ് ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച പഴയ MG ആയിരുന്ന കാലം തൊട്ടേ ഇല്ല. അപ്പോൾ ഇപ്പം ഇത് വന്നത് ഒരുപക്ഷെ ഈ തിയറീസ് ഇങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പറയാം. നിങ്ങൾ വേണമെങ്കിൽ അത് പ്രിന്റ് എടുത്തിട്ട് അറ്റസ്റ്റ് ചെയ്തോളൂ. അതിനകത്ത് എന്തൊക്കെ കിടപ്പുണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. 2720 പല പാർട്സ് ഉണ്ടല്ലോ മാം, ഏതൊക്കെയാണോ നമുക്ക് അപ്ലിക്കബിൾ അത് ഫുൾ എടുക്കാൻ ഞാൻ കണ്ടു. അത് നോക്കണമല്ലോ, ഞാനൊന്ന് കയറി നോക്കിയിട്ട് ഞാൻ പറയാം ഏതൊക്കെ. LLPL ആണെങ്കിൽ പാർട്ട് 3 അങ്ങനെ പാർട്ട് 5 ഒക്കെ വരുന്നുണ്ട്. എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. ഷിയറിന്റെ ആണെങ്കിൽ പാർട്ട് 13 അതും ഉണ്ടാവും, അതിലും ഉണ്ടാവും. കുറെ ഉണ്ട് അതില്. ഷിയർ ശരിക്കും ഇതല്ലേ ഉള്ളൂ. പാർട്ട് 13 വെയിൻ ഷിയർ ടെസ്റ്റിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പാർട്ട് 13 ഉണ്ടാവും. വേറെ ഒന്നുമില്ല. വെയിൻ ഷിയർ പഠിക്കാനുണ്ട്. വെയിൻ ഷിയറിന്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രൊസീജിയർ ഉണ്ടാവും. ഉണ്ടോ കോഡില്? ടെസ്റ്റ് പ്രൊസീജിയർ ഫുൾ ഉണ്ട് LLPL ആണെങ്കിലും. ആ 2720 ഗൂഗിളിൽ കിട്ടും, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയാം ഏത് കോഡ് ഫുള്ള് പ്രൊസീജിയർ ആണ്. ആക്ച്വലി ടെസ്റ്റ് പ്രൊസീജിയർ ആണ് ഉള്ളത്. വേണമെങ്കിൽ അറ്റസ്റ്റ് ചെയ്ത് കയറ്റിക്കോ. കാരണം എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ചോദിച്ചാൽ അതിൽ നിന്ന് എഴുതാം. കാരണം കുറെ പ്രൊസീജിയർ ഉണ്ടല്ലോ. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം ഏതൊക്കെയാണുള്ളത്. എല്ലാ പ്രോബ്ലം ഉണ്ട്. കേറാൻ പറ്റുവാണെങ്കിൽ ഒരു 10 മാർക്ക് കിട്ടും. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഫുള്ള് തിയറീസ് വിട്ടിട്ട് അതുകൊണ്ടാണ് ഫുള്ള് കാൽക്കുലേഷൻസ് ചോദിച്ചത്. കാരണം കാൽക്കുലേഷൻ നമുക്ക് അതിന് കിട്ടൂല. ഇക്വേഷൻ ബേസിക് ഇക്വേഷൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ MDDK ആണെങ്കിൽ അതിന്റെ ബേസിക് ഇക്വേഷൻ മറ്റേ 1+2 സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കോമ്പാക്ഷന്റെ ഇക്വേഷൻ ഒക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എനിക്ക് അത്ര ഫെമിലിയർ അല്ല രണ്ട് കോഡും. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഈ സോയിൽ കോൺക്രീറ്റിന്റെ 1026 ആപ്ലിക്കബിൾ ആണ് എഴുതിയിട്ടുണ്ടായത്. ആക്ച്വലി മുമ്പ് ഉണ്ടായിരുന്നില്ല. 1062 പറയണല്ലോ. കോൺക്രീറ്റ് ടെക്നോളജിയുടെ 10262 സിറ്റിക്ക് നേരത്തെ കോഡും ഉണ്ട്. കോൺക്രീറ്റ് ടെക്നോളജി മുമ്പ് 1026 അപ്ലൈ ആയിരുന്നു. ആണ്. ഞാൻ കോഡ് ഓർക്കാനുള്ള ഏതൊരു കോഡ് മിക്സ് ഡിസൈനിന്റെ കോഡ് നമുക്ക് യൂഷ്വലി പെർമിറ്റ് ചെയ്യാറുണ്ടായിരുന്നു തോന്നുന്നു. ഓൾറെഡി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് നമ്മളെല്ലാം കയറ്റാൻ പറയാറില്ല തോന്നുന്നു. ആ പേജ് മാത്രം സർട്ടൺ പേജസ് ഉണ്ട് അതിൽ, അത് മാത്രം അറ്റസ്റ്റ് ചെയ്തെന്തോ കയറ്റിക്കൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മറന്നുപോയി. ഇപ്പം ഒത്തിരി CT എടുത്തിട്ട് അപ്പോൾ അത് ഞാൻ ഓർക്കണില്ല. ഇത് നോക്കിട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനത്
ഇതെല്ലാം പ്രോബ്ലം ഭയങ്കര സിമ്പിളാണ്, പക്ഷേ കുറേ ഉണ്ട്, അതാണ്. അപ്പടി പ്രോബ്ലം തിയറി ഒന്നുമില്ല. ഇതിങ്ങനെ വന്നോണ്ട് ഫോർമുലാസ് അതാണ് കൺഫ്യൂസ് ആയി പോകുന്നത്. പ്രോബ്ലം ചെയ്യുന്ന ഈസി ആയിരിക്കും, പക്ഷെ ഫോർമുലേസ് കുറെ ഉണ്ട്. ഇപ്പൊ റെഗുലറിൽ നമുക്ക് റെമഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. റെഗുലർ ക്ലാസ് 27 തീരുമായിരുന്നല്ലോ, അപ്പോൾ 27-ാം തീയതിക്ക് തീരുന്ന അനുസരിച്ച് നമ്മൾ അവിടെ റെഗുലറിലെല്ലാം പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഇനി 7th വരെ അവർക്ക് റെമഡിയാണ്, അതായത് 2 ദിവസം വെച്ച് ഫുൾ ഒരു 2 ദിവസം ഒരു സബ്ജക്റ്റ്, മെയിൻ കോർ പേപ്പർ എല്ലാം 2 ദിവസം ആദ്യം തൊട്ട് അവസാനം വരെ ക്ലാസ്സിലിരുത്തി പറഞ്ഞു കൊടുക്കും, അവർക്ക് ഇരുന്ന് പഠിക്കാം. ടു 2:1 മെത്തേഡിൽ ഇതേ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ പഠിപ്പിക്കണ്ടേ? സിലബസിലുണ്ടത്. ഈ സോയിൽ മെക്കാനിക്സിന് ഏറ്റവും പ്രശ്നമാണ് സ്കിപ്പ് ചെയ്യാൻ പറയാൻ ഒരു പോർഷനും ഇല്ല. മധു എപ്പോഴും എന്നോട് പറയും പാസ്സാവുള്ള പറഞ്ഞു തന്നെ, പാസ്സാവുള്ള പറഞ്ഞു തന്നെ, പക്ഷെ ഞാൻ എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കുന്ന എനിക്കറിയാൻ പാടില്ല. പിന്നെ ചോദിക്കണ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെർമേബിലിറ്റി ചോദിക്കും, എഫക്റ്റീവ് സ്ട്രെസ് ചോദിക്കും, ബസ്നസ് ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ഷുവറാണ്. പിന്നെ ഇനിയിപ്പോൾ ഈ കൺസോൾട്ടേഷനിലുണ്ട്, സെറ്റിൽമെൻറ്റ് കാണുന്ന പ്രോബ്ലംസ് ഉണ്ട്, അത് ചോദിക്കും. ലാസ്റ്റ് മൊഡ്യൂളിൽ ഇനി മീൻസ് ഇപ്പോൾ ഈ പഠിക്കണ 4th മൊഡ്യൂളിൽ അടുത്തത് മോർ സർക്കിൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, അത് ചോദിച്ച് കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. പാർട്ട് എയിലും ഇത്രയും പ്രോബ്ലംസ് കാണുന്ന ആദ്യമായിട്ടാട്ടോ. കൺസോൾട്ടേഷൻ 3 ടൈപ്പ് അല്ലേ ഉള്ളൂ? ഇനീഷ്യലും പ്രൈമറിയും ഇതും. മറ്റേതാണോ ഓവർ കൺസോളിഡേറ്റഡ്, അതാണോ ചോദിക്കണേ? അത് വന്നുണ്ട്. കൺസോളിഡേഷൻ 3 ടൈപ്പ്, ഇനീഷ്യൽ പ്രൈമറി. കൺസോളിഡേഷൻ 3 ടൈപ്പ്, ഇനീഷ്യലും പ്രൈമറി സെക്കൻഡറി. 3 സ്റ്റേജസ് ആയിട്ടാണ് കൺസോളിഡേഷൻ നടക്കണേ. മോഡ്യൂൾ 4 പറഞ്ഞ ലിസ്റ്റ് ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷനും കോമ്പാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അത് ഞാൻ ആ കോമ്പാക്ഷൻ്റെ ഈ ഇതിന്റെ ടോപ്പിലുണ്ട്, ഫസ്റ്റ് പേജിലുണ്ട്. അത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഒന്നും ഞാൻ പഠിപ്പിക്കാറില്ല. നിങ്ങൾക്ക് മോർ സർക്കിൾ അറിയില്ലേ? രഞ്ജി സാർ പഠിപ്പിച്ചിട്ടുണ്ടോ MOS ഉണ്ടായിരുന്നോ? അയ്യോ, അപ്പൊ ഞാൻ എങ്ങനെ പഠിപ്പിക്കും നിങ്ങളെ? MOS ഓക്കെ, നിങ്ങൾ 2nd സെമ്മിലാണ് ഇപ്പം MOS, 3rd സെമ്മിൽ SA ആയില്ലേ? നിങ്ങളത് പഠിക്കുന്നില്ല. അയ്യോ, അപ്പം ഞാനിനി മോർ സർക്കിൾ പഠിപ്പിക്കണോ അല്ലേ? റെഗുലറുകാർക്ക് അതറിയായിരുന്നു, മോർ സർക്കിൾ പഠിപ്പിക്കണോ അല്ലേ? അപ്പം റെഗുലറുകാർക്ക് അറിയായിരുന്നു മോർ സർക്കിൾ, അതുകൊണ്ട് എളുപ്പമായിരുന്നു. പിന്നെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാതെ പോകരുത്. ഫസ്റ്റ് മൊഡ്യൂൾ ആ ബേസിക് ഇക്വേഷനും റിലേഷനും കണ്ടു, ഇതിനകത്ത് എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസാ.
ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഫസ്റ്റ് മൊഡ്യൂളാന്ന് തോന്നുന്നു, 10B. എംബാങ്ക്മെന്റ് കോമ്പാക്ഷൻ അല്ലേ? അതിനകത്ത് എന്താ അവർ ചോദിച്ചേക്കണേ? ഒരു സോയിൽ തന്നിട്ടുണ്ട്, ഒരു കോമ്പാക്റ്റഡ് എംബാങ്ക്മെന്റ് ആണ്, ബൾക്ക് ഡെൻസിറ്റി എന്നുണ്ട്, വാട്ടർ കണ്ടന്റ് എന്നുണ്ട്, എന്നിട്ട് കുറേ സാധനം കാണാനും പറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചേക്കണേ ഇതാണ്, വുഡ് ഇറ്റ് ബി പോസിബിൾ ടു കോമ്പാക്ട് ദി അബോവ് സോയിൽ അറ്റ് വാട്ടർ കണ്ടന്റ് 13.5 ഡ്രൈ ഡെൻസിറ്റി 2000 നമുക്ക് അതിനെ കോമ്പാക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇട്ട ആളും കൊള്ളാം. എല്ലാം ഒന്നും അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന സാധനങ്ങളുമായി തേർഡ് മൊഡ്യൂളിൽ പഠിച്ച കോമ്പാക്ഷനുമായി എല്ലാം അതിനകത്ത് ചോദിച്ചു. ഒരു തന്ന സാധനം കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ അതിൻ്റെ തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അതെല്ലാം കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ കോമ്പാക്ഷൻ നോക്കുമ്പം തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അതായത് സീറോ എയർ വോയിഡ് ലൈൻ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടുന്ന സീറോ എയർ എങ്ങനെയാണെന്ന് ചെറിയൊരു ഇത് പറഞ്ഞുതരാം. നമ്മളോട് പറഞ്ഞാൽ 2000 kg/m³ ഡ്രൈ ഡെൻസിറ്റി, പിന്നെ ആ പറഞ്ഞ 13 പോയിന്റ് അത് ആ വാട്ടർ കണ്ടന്റിലേക്ക് അത് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് സീറോ എയർ വോയിഡ് ലൈൻ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം, തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അതായത് എന്നയുടെ വാല്യൂ 0 ആയിട്ടുള്ള മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ആ ഡ്രൈ ഡെൻസിറ്റി ഈ 2000-നേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പാക്ട് ചെയ്യാൻ പറ്റും. കോമ്പാക്ട് ചെയ്യാൻ 2000-നേക്കാൾ കുറവാണെങ്കിൽ കോമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. സോയിൽ തന്നിരിക്കുന്ന കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ 2000 ആണ്. അത് നമ്മൾ സീറോ എയർ വോയിഡ് ലൈൻ വെച്ച് ചെക്ക് ചെയ്യുമ്പം എങ്ങനെ കിട്ടണം? ആ 2000 താഴെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം നോക്കാം. അത് നല്ല ക്വസ്റ്റ്യൻ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത് റിവൈസ് ചെയ്യാൻ എങ്ങനെ സമയം എന്നുള്ളതാണ്. ഞാൻ പോർഷൻ ആദ്യം തീർക്കട്ടെ എന്ന് ഓർത്തിട്ടാ ചെയ്യാം ഒരു ദിവസം എങ്ങനെയെങ്കിലും. അത് കോമ്പാക്ഷൻ 100% എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്ത് ബാക്ക് കാൽക്കുലേഷൻ ചെയ്ത് പോകേണ്ടി വരും. എന്നിട്ടാണോ അത് MDD കണ്ടുപിടിക്കുന്നത്? നിങ്ങളാ പറഞ്ഞ എല്ലാ സാധനവും കണ്ടുപിടിക്കുക. അതിന് ശേഷം പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ് നോക്കുക. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ് നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തിയറട്ടിക്കൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. അതായത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആകുമ്പം എത്രയാണ് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നതെന്ന്. ആ മാക്സിമം ഡെൻസിറ്റി നമുക്ക് വേണ്ടത് 2000 ആണ്. ആ കിട്ടുന്ന ഡെൻസിറ്റി, അതായത് തിയറട്ടിക്കൽ മാക്സിമം ഡെൻസിറ്റി 2000-ൽ കുറവാണെങ്കിൽ, നമുക്ക് പറഞ്ഞേക്കണ 2000 വേണമെന്നാണല്ലോ. സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? 100% സാച്ചുറേഷൻ ആയി ആ സോയിൽ. ഇനി നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല. അപ്പം കിട്ടുന്ന ഡെൻസിറ്റി, മാക്സിമം ഡെൻസിറ്റി ഈ 2000-ൽ താഴെയാണെങ്കിൽ പിന്നെ അതിന് കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റുമോ? 100 മേലെ പോകും. 100 ആണല്ലോ മാക്സിമം. ഇല്ല, വരില്ല. അങ്ങനെ പോസിബിൾ അല്ല. അത് വെച്ചാണ് അത് കമ്പയർ ചെയ്യേണ്ടത്. അതിന് തലയിൽ ചിന്തിക്കണം എന്താണ് അത്. അത് നല്ല ക്വസ്റ്റ്യൻ, ഇട്ട ആളും കൊള്ളാം. പിള്ളേരൊന്നും ചെയ്യില്ല അത്. അത് താഴെ കിട്ടണം. താഴെ കിട്ടിയാൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ?
സീറോ എയർ വോയിഡ് ലൈൻ നമുക്ക് എപ്പോഴാണ് കിട്ടണേ? 100% സാച്ചുറേഷൻ ആണ്. 100% സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇനി വെള്ളം ഇല്ല, വെള്ളം ഇറങ്ങി ചെല്ലില്ല. അപ്പം ആ സമയത്തുള്ള മാക്സിമം ഡെൻസിറ്റി ആണ് സീറോ എയർ വോയിഡ് ലൈനിൽ കിട്ടണത്. അതിന്റെ ആൻസർ വരുന്നത് 1951. ഞാൻ ചെയ്ത് നോക്കിയില്ല, ഇതാ ഇങ്ങനെയാണ് ചെയ്യണത്. ഗുഡ് ക്വസ്റ്റ്യൻ. പിള്ളേർ ചെയ്യില്ല അത്. അതിൻ്റെ ഓവർ ചോയ്സും സൂപ്പറാ. തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ അതും പിള്ളേർ ചെയ്യില്ല. ആ ബി പാർട്ട് ഇതും ഈ പറഞ്ഞത് സിമ്പിളാണ്, പക്ഷെ ചിന്തിക്കില്ല പിള്ളേരൊന്നും. എന്നെ പൊന്നോ, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ? എനിക്ക് പേടിയായി തുടങ്ങി. ഈ ക്വസ്റ്റ്യനുകളുടെ ഒക്കെ ജസ്റ്റ് ഗിവൺ ഡേറ്റയും അത്യാവശ്യം ചുമ്മാ അറിയാവുന്ന ഫോർമുലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പകുതി മാർക്ക് കിട്ടും. അത് നോക്കണവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചേട്ടാ എസ്ട്രീന്റെ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. അല്ല അല്ലാതെ ഇത് എങ്ങനെ പ്രോബ്ലം ചെയ്യുമെന്ന് പറഞ്ഞു ഈ സാധനം എങ്ങനെ ചെയ്യാനാ? ശരിക്കും നോക്കണ ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. സപ്ലൈ പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഇത് ഫസ്റ്റ് ചാൻസ് പാസ്സായില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ മൊത്തം പുകമറയായിരിക്കും. ഇത് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു പിടി ഉണ്ടാവില്ല. ഇപ്പഴേ ഞാൻ പറയാം. അല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ കിളി പോയിരിക്കണേ. ഇല്ലാതെ നമുക്ക് വഴി ഉണ്ടാക്കാം. എത്ര പാടായിരിക്കില്ല, നോക്കട്ടെ. എന്റെ പൊന്നെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നെങ്കിൽ അത്യാവശ്യം ചിന്തിച്ച് ചെയ്യാനുണ്ട്. 2.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇത് എങ്ങനെ എഴുതി തീർക്കുന്ന മധുസാറ് പറഞ്ഞ മറ്റേ എന്തെങ്കിലും ടിപ്സ് അതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കണത്. ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ ഇനി പ്രോബ്ലംസ് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. ഇത് തിയറി വരാൻ ചാൻസ് ഇല്ല. അല്ല, കാരണം കോഡൊക്കെ എടുത്തിട്ട് പോകുന്നതുകൊണ്ട് അധികം. പിന്നെ നിങ്ങൾ ആ എസ്ത്രീയിൽ കണ്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ആണോ നിങ്ങൾക്ക് റെഗുലർ ചോദിച്ചത്? അല്ല മാത്സ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊരു ഒട്ടും സാമ്പിൾ അല്ല. ഓക്കെ, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കയറി വരാം, ഇല്ലെന്നല്ല. ഡിപ്പെൻസ്. അതിനകത്ത് ആ ചെയർമാൻ, ആ സ്ക്രൂട്ടണി ചെയ്യുന്ന ആൾക്കാർ അതെങ്ങനെയാണോ അവരനുസരിച്ചിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഇടലൊരു ചടങ്ങാണ്. ഓക്കെ, മാമിന്റെ എക്സ്പീരിയൻസിൽ ഇതുവരെയുള്ള എക്സ്പീരിയൻസിന് ഞങ്ങൾക്ക് ഒരു കോമ്പാക്റ്റഡ് പരിവാക്കി എന്തെങ്കിലും ആക്കി തരാം പറ്റുന്നത് ചെയ്യാം. അപ്പൊ എന്തായാലും അതിൽ ഞങ്ങൾ പാസ്സാക്കി. ഞങ്ങളെന്ന് വെച്ചാൽ എല്ലാവരും അല്ല, അല്ല എന്നേക്കാൾ കഴിവുള്ളവരുണ്ട്. എന്നേക്കാൾ കഴിവുള്ളവർ അവർക്ക് ഞാൻ പറഞ്ഞത് എന്റെ എല്ലാവർക്കും കഴിവുണ്ട്. ഇല്ലാത്ത ആരും ഇത് പഠിക്കാൻ വന്നേക്കണല്ല. എല്ലാവരും അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും സ്കോർ ചെയ്യുന്നത്. ഒരേപോലെ അല്ല, ഇപ്പൊ ഞങ്ങൾക്കൊരു സർക്കംസ്റ്റാൻസസ് സജഷൻ ഉണ്ടായിരുന്നില്ല മാത്സിനെ. ഇപ്പൊ ഞങ്ങളിപ്പോ കുറെ കാലം കഴിഞ്ഞിട്ടാണ് പ്രസന്റ് ആവുന്നത് തന്നെ എക്സാം. അപ്പൊ ആദ്യം വന്നത് എഴുതിപ്പോയത് മാത്സ് ആണ്. അത് തന്നെ ഒരു വലിയൊരു ഇമ്പാക്ട് പോലെ വന്ന് തലയിൽ ഒരു കട്ട വീണ പോലെയാണ് തോന്നിയത് എഴുതുന്ന സമയത്ത്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് എന്തായി അറ്റംപ്റ്റ് പോലും നടത്താൻ പറ്റിയില്ല എല്ലാത്തിനും. ചിലപ്പോ ഒരു പക്ഷെ അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിൽ കയറി പോരായിരുന്നു. ഒരിക്കലും അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, വൺസ് ഒരു ക്വസ്റ്റ്യൻ ഗിവൺ ഡേറ്റ എഴുതി നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 മാർക്കെങ്കിലും വീഴും. ജെനുവിൻലി നോക്കുന്ന ഒരാളാണെങ്കിൽ അത്യാവശ്യം വേറെ. പിന്നെ അതാണ് പറഞ്ഞത്, അത് വാല്യുവേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാൾക്കൊരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പേപ്പറിൽ എഴുതിയവൻ ആരാണേലും ഇവനെ പാസ്സാക്കിക്കും ഞാൻ എന്ന ഉദ്ദേശത്തോടെ എല്ലാ പേപ്പർ നോക്കണേ ആണോ? ആയിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല. ഇതിനകത്ത് വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ കൺസിഡറേഷൻ പോലും തന്നിട്ടില്ല. വർക്കിംഗ് പ്രൊഫഷണലാണ്, പക്ഷെ നിങ്ങൾ റെഗുലർ കോഴ്സാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഗുലറിന് കിട്ടുന്ന അതേ വെയിറ്റേജിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമാണ് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് ഒരിക്കലും ഒരു കൺസിഡറേഷൻ ചെയ്യില്ല. ഞങ്ങൾ വിചാരിച്ചു രജിസ്റ്റർ നമ്പറിൽ WP എന്നൊക്കെ വന്നപ്പോ പിന്നെ എന്തെങ്കിലും കൺസെഷൻ കിട്ടുമായിരിക്കും. ഒരിക്കലും ഇല്ല, വെറുതെയാണ്. ഇനി പേപ്പർ നോക്കാൻ കിട്ടുന്ന കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷൻ ഉള്ള ആരുടെയെങ്കിലും കയ്യിലാണ് ആ പേപ്പർ കിട്ടുന്നതെങ്കിൽ അവർ നോക്കുന്നവരെന്തെങ്കിലും കരുണ ചെയ്തെങ്കിലേ ഉള്ളൂ. അല്ലാതെ
ആരും നോക്കില്ല കേട്ടോ, ആരും തരില്ല. അതേ പറഞ്ഞേ, ഒരു പേപ്പർ കിട്ടുന്ന ഒരാൾ ഒരിക്കലും നീ എന്താ എഴുതിയേക്കുന്നത് എന്ന് ചുഴന്ന് നോക്കി മാർക്ക് ഇടുമൊന്നുമില്ല. അയാൾ നോക്കും, വൺസ് ഒരു നോട്ടം നോക്കും, അയാൾക്ക് കണ്ടന്റ് ക്ലിയറായി വായിക്കാൻ പറ്റുന്നുണ്ടോ, ആ എഴുതി വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ, അയാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ അറിയാം. വൺസ് ആ ഒരു ഫസ്റ്റ് പേജ് മറച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ആളുടെ പിക്ചർ ആ വാല്യുവേഷണർക്ക് കിട്ടും. അയാൾ എഴുതിയിരിക്കുന്ന രീതി, അയാൾ എഴുതിയിരിക്കുന്ന വേ ഓഫ് അപ്രോച്ച്, പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകുന്ന രീതി, ഇതെല്ലാം കാണുമ്പം ഇനീഷ്യലി തന്നെ ആ പേപ്പർ തുറന്ന ആൾക്ക് മനസ്സിലാവും എന്തോരം കണ്ടന്റ് അതിലുണ്ടെന്നുള്ളത്. പിന്നെ മറിച്ച് നോക്കുമ്പോൾ ആൾക്ക് പിന്നെയും വ്യക്തമാവും നല്ല കണ്ടന്റ് ഉള്ള ആളാണെങ്കിൽ നല്ല പേപ്പർ ആണെങ്കിൽ ആ വാല്യുവേറ്ററിന് അത് പെട്ടെന്ന് മനസ്സിലാവും. ഒബ്വിയസ്ലി ആ മാർക്ക് അതിനകത്ത് അറിയാതെ തന്നെ വീണു. ഇനി ഇതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒന്നും എഴുതാത്തവർ, അവർ ഒരു ബോധറും ചെയ്യില്ല. ഇതിൻ്റെ ഇടയിൽ നിൽക്കണവരുണ്ട്, ഒരു രക്ഷയില്ല, വലിച്ചിട്ട് കയറ്റാനും കയറാൻ പറ്റില്ലാത്ത സിറ്റുവേഷനിൽ നിൽക്കണവരുണ്ട്. ആ പേപ്പറൊക്കെ ഭയങ്കര പാടാൻ നോക്കാം. അതാണ് പ്രശ്നം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. 9:15 നിർത്താന്ന് പറഞ്ഞതാ, കഥ പറഞ്ഞ അവിടെ ഇരുന്നത് 10 മിനിറ്റ് പോയി. അടുത്തത് ഓക്കെ, സ്പ്രിംഗ് അനലോഗി. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം കേട്ടോ, അതൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സ്പ്രിംഗ് അനലോഗി ഫോർ പ്രൈമറി കൺസോൾട്ടേഷൻ. നമുക്ക് ഒരു സോയിലിൽ പ്രൈമറി കൺസോൾട്ടേഷൻ നടക്കുമ്പം എന്താണ് ആക്ച്വലി നടക്കുന്നതെന്ന് ഈ ഒരു സ്പ്രിംഗ് അനലോഗി വെച്ചിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് യൂഷ്വലി നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ കാണാമല്ലോ, 3 സ്പ്രിങ്, ഒരു സോയിലാണിത് ഈ കാണിച്ചിരിക്കുന്ന ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിനകത്ത് എന്ത് ചെയ്തേക്കണു, സോയില് നിറച്ച് വെച്ചേക്കുവാണ്. സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽഡ് വിത്ത് ഒരു പിസ്റ്റൺ ഉണ്ട്, ഇതിനകത്ത് വെള്ളമാണ്, സോയിലല്ല. ഓക്കെ, ഇതൊരു സിലിണ്ടർ, അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഇവർ വാൽവ് കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ക്ലോസ് ചെയ്യാവുന്നൊരു വാൽവ്. ഒരു സ്പ്രിങ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സിലിണ്ടറിനകത്ത് ഫുള്ളി വാട്ടറാണ്. ഓക്കെ, ഇനീഷ്യലി ഈ സ്പ്രിങ്ങിൻ്റെ ലെങ്ത് നോക്കിയേ 100 mm ആണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ പിസ്റ്റണിൽ 1 kN ലോഡ് കൊടുക്കുകയാണ്. 1 kN ലോഡ് കൊടുക്കുകയും ചെയ്യണം. ഈ വാൽവ് ക്ലോസ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, ഇവിടെ ലോഡ് കൊടുത്തു 1 kN, ഈ വാൽവ് ക്ലോസ്ഡ് സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോഡ് ആരായിരിക്കും എടുക്കണേ? വാട്ടർ ആണോ എടുക്കണേ, സ്പ്രിങ് ആയിരിക്കും എടുക്കണേ? ഈ വാൽവ് ക്ലോസ്ഡ് ആണ്, നമ്മൾ ലോഡ് 1 kN കൊടുത്തു, ഇതിനകത്ത് സ്പ്രിങ്ങും ഉണ്ട് വാട്ടറും ഉണ്ട്. ഈ ലോഡ് വാട്ടർ ആണോ എടുക്കണേ, സ്പ്രിങ് ആയിരിക്കും എടുക്കണേ? വാട്ടർ ആയിരിക്കില്ല, ക്ലോസ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഈ 100 mm തന്നെയായിരിക്കില്ലേ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത്, ചേഞ്ച് ചെയ്യില്ല. ഈ ലോഡ് ഫുൾ ആരെടുക്കും? വാട്ടർ എടുക്കും. അപ്പം സ്പ്രിങ്ങിലെ ലോഡ് 0 ആണ്, ഈ ലോഡിൽ വാട്ടർ ഹാൻഡിൽ ചെയ്യണ ലോഡ് 1 kN ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൽവ് പതുക്കെ തുറന്നു കൊടുത്തു. തുറന്നു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? ലോഡ് ആരെടുക്കും? സ്പ്രിങ് എടുക്കും. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ ലെങ്ത് കുറയും, വാട്ടർ എന്ത് ചെയ്യും? ഈ വാൽവിൽ കൂടെ പുറത്തേക്ക് വരും, ഇല്ലേ? വരില്ലേ? സ്പ്രിങ് ലോഡ് എടുക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? സ്പ്രിങ്ങിന്റെ ലെങ്ത് കുറയും. അതിനർത്ഥം എന്താ? ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി വരും. ഇനി ഗ്രാജുവലി ലോഡ് കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ലോഡ് കൂട്ടി കൊടുക്കുന്തോറും സ്പ്രിങ് ലോഡ് കൂടുതൽ എടുക്കാൻ തുടങ്ങും, ഇതിനകത്തുള്ള വെള്ളം മൊത്തം എന്ത് ചെയ്യും? പുറത്തേക്ക് പോരും. ഇവഞ്ച്വലി അവസാനം എന്ത് ചെയ്യും? വന്ന എല്ലാ ലോഡും സ്പ്രിങ് എടുക്കും, വാട്ടർ ഒരു ലോഡും താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? ഫുള്ളി പുറത്തേക്ക് പോകും.
അതാണ് പ്രൈമറി കൺസോൾട്ടേഷനിൽ നടക്കുക. ക്ലിയർ ആയോ? ടെർസാഗി എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ഇങ്ങനൊരു സ്പ്രിംഗ് അനലോഗി മെത്തേഡിൽ പ്രൈമറി കൺസോൾട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. ആ സിലിണ്ടറിനകത്ത് വാട്ടർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ ആണ്. ഒരു സ്പ്രിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാൽവും കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി വാൽവ് ക്ലോസ്ഡ് കണ്ടീഷനിലാണ്. ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തു. ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ ലോഡ് ആരെടുക്കും? വാൽവ് ക്ലോസ്ഡ് സ്റ്റേറ്റിലാവുമ്പോൾ വാട്ടറാണ് എടുക്കുക. വാൽവ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ലോഡ് സ്പ്രിംഗ് എടുക്കാൻ തുടങ്ങും. സ്പ്രിംഗ് ലോഡ് എടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കും? വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോരാൻ തുടങ്ങും. ഇതാണ് ഒരു പ്രൈമറി കൺസോൾട്ടേഷൻ നടക്കുമ്പം ആ സോയിലിൽ സംഭവിക്കുന്നത്. സോയിൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? സോയിലാണ്. ഓക്കെ, അതിങ്ങനെ വോളിയം കുറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോയി വോളിയം എന്ത് ചെയ്യും? റിഡക്ഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ആ സ്പ്രിങ്ങിൻ്റെ ലെങ്ത്തിലൂടെ കാണിച്ചു തരുന്നത്. അതിനെയാണ് സ്പ്രിംഗ് അനലോഗി മെത്തേഡ് ഫോർ പ്രൈമറി കൺസോൾട്ടേഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? ഓക്കെ, ഇത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റത്തില്ല. ഇത് ഈ ഒരു മെത്തേഡിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ശരിക്കും ഇങ്ങനെയാണ് കൺസോളിഡേഷൻ നടക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഇനി കൺസോൾട്ടേഷൻ ടെസ്റ്റ് നിങ്ങൾ ആരെങ്കിലും പറയുമോ? ലാബിലുള്ളവർ കൺസോൾട്ടേഷൻ ചെയ്യാറില്ലേ? പറയോ? പോയോ? ഓക്കെ, കൺസോളിഡേഷൻ ടെസ്റ്റ്. കൺസോളിഡേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിന് എത്രത്തോളം കംപ്രസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ സോയിലിന് എത്രത്തോളം കംപ്രസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ യൂഷ്വലി ഈ കൺസോളിഡേഷൻ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുക. സോയിലിന് എത്രത്തോളം കംപ്രസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു അപ്പാരറ്റസിലാണ്. അതിൻ്റെ പേര് കൺസോൾഡോമീറ്റർ അല്ലെങ്കിൽ ഒഡോമീറ്റർ എന്ന് പറയും. ഓക്കെ, ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് അല്ലെങ്കിൽ അപ്പാരറ്റസിൻ്റെ പേര് കൺസോൾഡോമീറ്റർ അല്ലെങ്കിൽ ഒഡോമീറ്റർ എന്ന് പറയും. ഇതിനകത്ത് ഒരു ലോഡിംഗ് ബാർ ഉണ്ട്, ലോഡിംഗ് ഡിവൈസ് ഉണ്ട്, ഒരു സെല്ലുണ്ട്, കൺസോളിഡേഷൻ സെല്ലെന്ന് പറയും. ഓക്കെ, ഒരു ലോഡിംഗ് ബാർ ഉണ്ട്, ഡയൽ ഗേജ് ഉണ്ട്. ദെൻ ഇതിനകത്ത് വച്ചിരിക്കുന്ന ഈ ലോഡിംഗ് ബാറിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന ചെറിയൊരു സിലിണ്ടറിക്കൽ സാധനമാണ് ഈ ഒരു കൺസോളിഡേഷൻ സെല്ല്. ആ കൺസോളിഡേഷൻ സെല്ലിലാണ് നമ്മൾ ഏത് സോയിലിനെയാണോ കൺസോളിഡേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, ആ സോയിൽ നമ്മൾ ആ സാമ്പിൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആ കൺസോളിഡേഷൻ സെല്ലിലാണ്. ഈ കൺസോളിഡേഷൻ സെല്ല് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫ്ലോട്ടിങ്, ഒന്ന് ഫിക്സഡ് റിംഗ് സെൽ. ഒന്ന് ഫ്ലോട്ടിംഗ് സെൽ എന്ന് പറയും, ഫ്ലോട്ടിംഗ് ഓർ ഫ്രീ റിംഗ് സെൽ എന്ന് പറയും. രണ്ടാമത്തത് ഫിക്സ്ഡ് റിംഗ് സെൽ എന്ന് പറയും. നിങ്ങൾ താഴത്തെ ഫിഗർ നോക്കിയാൽ കാണാം, ഈ സെല്ലിനകത്ത് ബോട്ടത്തിലൊരു പോറസ്റ്റോൺ ഉണ്ട്, ദെൻ സാമ്പിൾ വയ്ക്കുന്നു, മുകളിലൊരു പോറസ്റ്റോൺ വയ്ക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കൺസോളിഡേഷൻ സെല്ല് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. കൺസോളിഡേഷൻ സെല്ലിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു പോറസ്റ്റോൺ വയ്ക്കും, ദെൻ സാമ്പിൾ വയ്ക്കും, ദെൻ പോറസ്റ്റോൺ വയ്ക്കും. ഈ പോറസ്റ്റോൺ ഇല്ലേ, ഈ പറഞ്ഞ പോറസ്റ്റോൺ രണ്ടും എടുത്തു മാറ്റാവുന്നതാണെങ്കിൽ, ടോപ്പിലെയും ബോട്ടത്തിലെയും മാറ്റാവുന്നതാണെങ്കിൽ, അങ്ങനെയുള്ള സെല്ലിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ഓർ ഫ്രീ റിംഗ് സെൽ എന്ന് പറയും. ഈ രണ്ട് പോറസ്റ്റോണും മൂവബിൾ ആണ്, ഡിറ്റാച്ചബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്ലോട്ടിംഗ് ഓർ ഫ്രീ റിംഗ് സെൽ എന്ന് പറയും. ബോട്ടം പോർഷനിലെ ഫിക്സ്ഡും ടോപ്പിലെ മാത്രമാണ് റിമൂവ് ചെയ്യാൻ, ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫിക്സ്ഡ് റിംഗ് എന്ന് പറയും. ബോട്ടം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ടോപ്പിലെ മാത്രം എടുത്തു മാറ്റാൻ പറ്റുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ ഫിക്സ്ഡ് റിംഗ് സെൽ എന്ന് പറയും. ഇതാണ് രണ്ട് കൺസോളിഡേഷൻ സെല്ലുകൾ. ഇനി ഈ കൺസോളിഡേഷൻ സെല്ലിൻ്റെ ഡയമെൻഷൻ പറയാം. അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ 60 mm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ സെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 mm ആണ്. ഈ രീതിയിലാണ് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കൺസോളിഡേഷൻ സെല്ലിൽ 60 mm ഡയമീറ്റർ ഉള്ള
ഒരു 60 mm ഡയമീറ്റർ ഉള്ള സെല്ലാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഈ പോറസ്റ്റോൺ രണ്ടും വച്ചതിന് ശേഷം അതിനകത്ത് സാമ്പിൾ നിറയ്ക്കുന്നത് 20 mm ഹൈറ്റിലായിരിക്കും. ഓക്കെ, 60 mm ഡയമീറ്റർ ഉള്ള ഒരു കൺസോൾട്ടേഷൻ സെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഫില്ല് ചെയ്യുന്ന സാമ്പിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 mm ആയിരിക്കും. ഓക്കെ, ഇനി ഈ കൺസോൾട്ടേഷൻ റിങ്, അതായത് ഈ സെല്ല് നമ്മൾ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കൺസോൾട്ടേഷൻ റിങ് നന്നായി ക്ലീൻ ചെയ്ത് അതിനകത്ത് ഗ്രീസൊക്കെ വരച്ച് നമ്മൾ ക്ലീൻ ആക്കി വെക്കും. അതിനുശേഷം നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പോറസ്റ്റോൺ ഉണ്ട് ഈ സെല്ലിൽ വയ്ക്കണം. അപ്പോൾ ഈ പോറസ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ഒരു 4 to 8 hours വെള്ളത്തിൽ മുക്കിയിടണം. നല്ലൊരു സബ്മേർജ്ഡ് കണ്ടീഷനിൽ ഈ പോറസ്റ്റോൺ നമ്മൾ 4 to 8 hours മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിടണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ പോറസ്റ്റോണിൻ്റെ ഉള്ളിനകത്തുള്ള എല്ലാ പോഴ്സും കംപ്ലീറ്റ്ലി സാച്ചുറേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം. അതിനുശേഷം ഈ പോറസ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടം പോറസ്റ്റോൺ എടുത്ത് ആ കൺസോൾട്ടേഷൻ സെല്ലിൽ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫിൽറ്റർ പേപ്പർ വയ്ക്കും. അതിനുശേഷം നമുക്ക് ഏത് സോയിലാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സോയിൽ സാമ്പിൾ നമ്മൾ ആ ഫിൽറ്റർ പേപ്പറിൻ്റെ മുകളിൽ വയ്ക്കും. എഗെയിൻ ആ സോയിൽ സാമ്പിൾ വേണ്ട ഹൈറ്റിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ഫിൽറ്റർ പേപ്പർ വയ്ക്കും. ദെൻ വീണ്ടും ആ പോറസ്റ്റോൺ, ടോപ്പിലെ പോറസ്റ്റോൺ അതിനകത്ത് പ്ലേസ് ചെയ്യും. ഇതിങ്ങനെ സെല്ല് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇത് വയ്ക്കുന്ന താഴെ ഒരു പാഡുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോട്ടം പോർഷനുണ്ട്. ആ സെല്ല് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ ലോഡിംഗ് പാഡ്, ലോഡ് കൊടുക്കുന്ന ആ സാധനം ആ സെല്ലിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വയ്ക്കും. അതായത് ഈ ഡയൽ ഗേജ് നേരെ കുത്തി നിർത്തും. കറണ്ട് പോയി. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ, കറണ്ട് പോയി. ഓക്കെ, അപ്പം ഇത് പറഞ്ഞിട്ടങ്ങ് നിർത്താം, പെട്ടെന്ന് ഇറങ്ങാവേ. ഞാൻ ഈ ഷെയർ ചെയ്യാനുള്ള നിങ്ങൾ കയ്യിലുള്ള നോട്ട് നോക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തീർക്കട്ടെ എന്ന് ഓർത്തിട്ട് കയറിയതാണ്. ദെൻ ആ സെല്ല് നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പിൽ വെച്ചു. ലോഡ് കൊടുക്കേണ്ട ആ ലോഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ജസ്റ്റ് ആ സെല്ലിൻ്റെ സെൻറ്ററിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കണം. അതിനുശേഷം ഡയൽ ഗേജ് ഉണ്ട്. ആ ഡയൽ ഗേജ് നമ്മൾ ആ ലോഡ് കൊടുക്കുന്ന ആ ലോഡിംഗ് പാഡിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് വേണം വയ്ക്കാൻ. കാരണം എത്രത്തോളം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് മെഷർ ചെയ്യാനായിട്ട്. ഈ മൗൾഡ് നമ്മളൊരു ചെറിയൊരു വാട്ടർ റിസർവോയറുമായിട്ട് കണക്ട് ചെയ്യും. അതായത് അതിനകത്തുള്ള വെള്ളം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ വെള്ളം ഒരു സോയിലിനൊരു സാച്ചുറേഷൻ കിട്ടാൻ വേണ്ടി അതിനൊരു റിസർവോയർ അതായത് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ലോഡ് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരു 5 kN ലോഡ്. സോഫ്റ്റ് സോയിലാണെങ്കിൽ ഒരു സീറ്റിംഗ് ലോഡ് 2.5 kN, സോഫ്റ്റ് സോയിലാണെങ്കിൽ 2.5 kN ലോഡ് നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ ലോഡ് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഡയൽ ഗേജിന് എന്താണ് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഡയൽ ഗേജ് ഒന്ന് മൂവ് ചെയ്യും. ദെൻ ഫർദർ ചേഞ്ചസ് ഒന്നും വരുന്നില്ലാത്ത പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, ആ സീറ്റിംഗ് ലോഡ് നമ്മൾ കൊടുക്കും. സീറ്റിംഗ് ലോഡ് കൊടുത്തതിന് ശേഷം
നമ്മൾ ആ ഒരു ഡയൽ ഗേജ് സ്റ്റഡിയായി നിന്നതിന് ശേഷം പിന്നെ ഗ്രാജുവലി എന്ത് ചെയ്യും, ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും. 10 കിലോ ന്യൂട്ടൺ കൊടുക്കും. അപ്പം ഡയൽ ഗേജ് റീഡിങ് സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് 0.25, 0.5, 1, 2, 3, 4 അങ്ങനെ പല ടൈം നേരത്തേക്ക് 10 കിലോ ന്യൂട്ടൺ ലോഡ് കൊണ്ട് എത്രത്തോളം ഇതിന് ഡയൽ ഗേജ് റീഡിങ്സിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ഇത് ഈ സെയിം പ്രൊസീജിയർ 10 കിലോ ന്യൂട്ടൺ, 20 കിലോ ന്യൂട്ടൺ, 30, 40 അങ്ങനെ ഒരു സെറ്റ് ഓഫ് ലോഡ്സ് ഉണ്ട് നമുക്ക്. ആ ലോഡിനെല്ലാം നമ്മൾ ഈ സ്റ്റോപ്പ് വാച്ച് വെച്ച് എത്രത്തോളം ഡയൽ ഗേജിൽ റീഡിങ്സ് ഉണ്ടാവും എന്നുള്ളത് നോട്ട് ചെയ്യും. അതിനുശേഷം ലോഡിങ് മാത്രമല്ല, ലോഡ് കൊടുത്ത് മാക്സിമം ഒരു ലോഡ് കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഡയൽ ഗേജ് റീഡിങ് ഫർദർ ഇത് റീഡ് ചെയ്യില്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, ലോഡ് വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യും, അൺലോഡിങ് ചെയ്യും. അൺലോഡിങ് ചെയ്യുമ്പോഴും ഇതിന് എത്രത്തോളം ഡിഫോർമേഷൻസ്, എത്രത്തോളം ഡയൽ ഗേജ് റീഡിങ് വരുന്നുണ്ടെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ഈ റീഡിങ് എല്ലാം നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫുകൾ വരയ്ക്കും. ഒരു 2-3 ഗ്രാഫുകൾ നമുക്കിത് 4 ഗ്രാഫുകൾ നമുക്കിതിൽ നിന്ന് വരയ്ക്കാം. ആ ഗ്രാഫ് റീഡിങ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം. ഇനി ആ ഗ്രാഫൊക്കെ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയാണ് ചെയ്യുന്ന പ്രൊസീജിയർ. കൺസോൾട്ടേഷൻ സെല്ലെടുക്കും, ബോട്ടത്തിൽ പോറസ്റ്റോൺ വയ്ക്കും, ഫിൽറ്റർ പേപ്പർ വയ്ക്കും, സാമ്പിൾ വയ്ക്കും, ദെൻ അഗെയിൻ ഫിൽറ്റർ പേപ്പർ വയ്ക്കും, ദെൻ പോറസ്റ്റോൺ വയ്ക്കും. അപ്പോൾ കൺസോൾട്ടേഷൻ സെല്ല് അങ്ങനെ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഈ ഇൻസ്ട്രുമെൻറ്റിൽ കൊണ്ടുവയ്ക്കും. ലോഡ് കൊടുക്കാനായിട്ട് ആ ലോഡിംഗ് ബാർ നമ്മൾ ആ കൺസോൾട്ടേഷൻ സെല്ലിൻ്റെ മുകളിൽ വന്ന രീതിയിൽ ഫിക്സ് ചെയ്യും. ഒരു ഡയൽ ഗേജ് ഉണ്ടാവും. ആ ഡയൽ ഗേജ് നമ്മൾ റീഡിങ് കിട്ടാൻ പാകത്തിന് ആ സെല്ലിൽ ടച്ച് ചെയ്ത് നിർത്തും. ഇനീഷ്യലി ഒരു സീറ്റിംഗ് ലോഡ് സാധാരണ ഒരു 5 കിലോ ന്യൂട്ടൺ കൊടുക്കും. സോഫ്റ്റ് സോയിലാണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 2.5 കിലോ ന്യൂട്ടൺ സീറ്റിംഗ് ലോഡ് ആയിരിക്കും കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ലോഡ് പതുക്കെ എന്ത് ചെയ്യും, ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. 10 കിലോ ന്യൂട്ടൺ കൊടുക്കും. ആ ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഓരോ ടൈമിലും ഈ ഡയൽ ഗേജിലുണ്ടായ റീഡിങ് നോക്കും. അങ്ങനെ ഓരോ സക്സസീവ് ലോഡ് ഓഫ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാജുവലി ഡയൽ ഗേജിനുണ്ടായ റീഡിങ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. മാക്സിമം റീഡിങ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അൺലോഡിങ് ചെയ്യും. ഈ കൊടുത്ത ലോഡ് അതേപോലെ തന്നെ ആദ്യം അവസാനം 50 കിലോ ന്യൂട്ടൺ എത്തിയെങ്കിൽ ആ വെച്ച ലാസ്റ്റ് കട്ട നമ്മൾ മാറ്റും. എന്നിട്ട് വിസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ ആ ഡയൽ ഗേജ് റീഡിങ് നമ്മൾ ഓരോ ടൈമിൽ നോട്ട് ഡൗൺ ചെയ്യും. അങ്ങനെ എവിടം വരെയാണോ തുടങ്ങിയത് അവിടം വരെ നമ്മൾ റീലോഡിങ് ചെയ്യും. ഈ കിട്ടിയ റിസൾട്ട് എല്ലാം വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിൽ നിന്നാണ് നമ്മൾക്ക് വേണ്ട ഇൻ്റർപ്രിട്ടേഷൻസ് എടുക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഈ ഓരോ ലോഡും നമുക്ക് 24 hours വെയിറ്റ് ചെയ്യുന്നുണ്ടോ? 24 hours ഒന്നും ലാബ് ചെയ്യുമ്പോൾ ചെയ്യില്ല. അല്ല, ഇതിനകത്ത് നമ്മൾ പ്രൊസീജിയറിനകത്ത് എഴുതുമ്പം 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം പറയാത്ത, കാരണം ലാബിൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടോ? 24 hours ചെയ്യില്ല. നമ്മളൊരു ഒരു ലോഡ് ചെയ്യുന്ന അവിടെ ഒരു ലോഡ് ചെയ്യുന്നു, ഞാൻ മറന്നുപോയത്. ഒരു ലോഡ് ചെയ്യുമായിരിക്കും, ലാസ്റ്റ് കൊടുക്കണ ലോഡാന്ന് തോന്നുന്നു. അധികം സീറ്റിംഗ് ലോഡിനാണ് ഏത് പറഞ്ഞാൽ 24 hours ചെയ്യുന്നു തോന്നുന്നു. പക്ഷേ യൂഷ്വലി ചെയ്യുമ്പോൾ നമ്മൾ ആ ലോഡ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും. നമ്മളവിടെ കട്ടയല്ലേ കൊടുക്കണം, മറ്റേ ഈ ത്രാസുവിൽ വെക്കണ ഇതില്ലേ, അതുപോലത്തെ സിസ്റ്റം അത്. അപ്പോൾ ആ സാധനം കൊടുത്ത് മാക്സിമം നമുക്കൊരു ലോഡ് കപ്പാസിറ്റി ഉണ്ടായില്ല. ആ കപ്പാസിറ്റി വരെ അത് കൊടുത്തതിന് ശേഷം അൺലോഡ് ചെയ്യുന്ന റിസൾട്ട് എടുക്കും. എന്നിട്ടാണ് നമ്മൾ ചെയ്യണം. ഇതിൽ ശരിക്കും അത് ആ ഡയൽ ഗേജ് റീഡിങ് ഉണ്ട്. ഡയൽ ഗേജ് റീഡിങ് ആ ലോഡിന് ഒരു മാക്സിമം പോയിന്റ് ആയിരിക്കും വരുള്ളൂ. ആ രീതിയിലാണ് ചെയ്യണം. ഞാനൊരു വീഡിയോ ഇട്ട് തരാം. എന്തായാലും അടുത്ത സെമ്മിൽ ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. ഞാനൊരു വീഡിയോ ഇട്ട് തരാം. എന്നിട്ട് അൺലോഡിങ് ചെയ്യും. കിട്ടുന്ന റീഡിങ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കണേ. ആ ഗ്രാഫ് വരയ്ക്കണ ഇതാണ് ലോഗരിതമിക് ടൈം ഫിറ്റിംഗ് മെത്തേഡും പിന്നെ ഒരെണ്ണോടുണ്ട്. 2 മെത്തേഡ് ഗ്രാഫ് വരയ്ക്കും അതിൽ നിന്ന്. എന്നിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സോയിൽ എത്രത്തോളം കൺസോൾട്ടേഷൻ ആവുന്നുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലം ഒക്കെയാണ് ഇനി വരുന്നത്. അതിന് മുന്നേ കുറേ തിയറിയും കൂടെ ഉണ്ട്. അത്രയും പറഞ്ഞിട്ടാണ് ഇനി പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തു എല്ലാവരും. ഞാൻ തന്നെ തീർക്കാം.